എൻ്റെ ഇടയ്ക്കൊരു കാര്യം വിശദീകരിക്കല്ല, ചോദ്യമല്ല എന്ന വ്യാജേന കുറച്ച് തെറ്റിദ്ധരിപ്പിക്കൽ കൂടി ബോധപൂർവം ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത്. കുറെ ഇങ്ങനെ തോണ്ടി പോകുന്ന ഏർപ്പാടുണ്ടല്ലോ. ഉദാഹരണത്തിന് അൽമുർഷിദിൽ ഇസ്ലാം എന്ന് ദീനായോ അന്ന് തന്നെ സിയാസത്തുമാണ് എന്നൊക്കെയുള്ള വാദം മുജാഹിദ് പ്രസ്ഥാനത്തിന്, അത് ചോദ്യമായിട്ട് ചോദിച്ചാൽ എന്താ കുഴപ്പം? അത് വിശദീകരിച്ചിട്ട് അടുത്തത്. അപ്പം ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക, വിശദീകരിക്കാൻ പാടില്ല താൻ. പിന്നെ അദ്ദേഹം പറഞ്ഞെന്താ വിശദീകരിക്കരുത്. അതിനു പകരം പോയിന്റ് ഔട്ട് ചെയ്ത് അറിയേണ്ട വിഷയങ്ങൾ ഓരോന്നാണെങ്കിലും ഒക്കെ. ഇനിയിപ്പോ ഫൈസൽ അവാർഡ് അല്ലെങ്കിൽ സൗദി അറേബ്യയിലുള്ള അംഗീകാരം അതുകൊണ്ട് ഒരു സംഗതി ദീനാവോ അല്ലേ? ഇതൊരു കാന്തപുരം സംസ്ഥക്കാരെക്കാളും മതപ്പതിച്ചൊരു സംസ്കാരമാണല്ലോ. നേരെ മറിച്ച് ഒരു വിഷയം ശരിക്കുണ്ടെങ്കിൽ അതിനെ വ്യക്തമായ ഒരു തെളിവ് കൊണ്ട് എന്തുകൊണ്ട് ചോദ്യം ചെയ്തുകൂടാ? ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ഈ പരിപാടിയേക്കാൾ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഓരോ കാര്യം ഉന്നയിക്കുക. ഇതിന് തെളിവെന്താണ്? ഇത് ഖുർആനും സുന്നത്തിനും എതിരാണല്ലോ, ഇത് മൗദൂദി മാത്രമല്ല നിങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ മനസ്സിലാകുന്ന രൂപത്തിൽ ചെറുത് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. യഥാർത്ഥത്തിൽ അൽമുർഷിദിലെ ഉദ്ധരണി അദ്ദേഹം ഉദ്ധരിച്ചത് കെ എം മൗലവിയുടെ ഉദ്ധരണിയല്ല. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സന്നിഗ്ധമായ തൗഹീദ് വീക്ഷണത്തിലുള്ള ആശയം വിശദീകരിക്കുന്ന ലേഖനവുമല്ല. നേരെ മറിച്ച് ഒരു സലഫി സഹയാത്രികനോ അടിസ്ഥാനപരമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതന്റെ ആദർശ വിശദീകരണ ലേഖനമല്ല. മറിച്ച് വ്യത്യസ്തമായ ലേഖനങ്ങൾ ഒരു പ്രസിദ്ധീകരണത്തിൽ കടന്നു വരാനിടയുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വീക്ഷണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് സയ്യിദ് സുലൈമാൻ നബി എഴുതിയ ലേഖനം. അവിടെ ഹാക്കിമിയത്തല്ല ചർച്ചാ വിഷയം, തൗഹീദല്ല ചർച്ചാ വിഷയം. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിറകോട്ട് പോയപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യത്യസ്തമായ ലേഖനങ്ങൾ പലപ്പോഴായി അൽമുർഷിദിൽ വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇന്ത്യ രാജ്യത്തെ അറിയപ്പെട്ടൊരു, അന്ന് ജമാഅത്തെ ഇസ്ലാമി ഇല്ല, പിന്നെ ആ മുർഷിദ് വരുന്ന കാലഘട്ടങ്ങളിൽ ഇന്നത്തെ പോലെ രൂപീകൃതമായി പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഏതായിരുന്നാലും ശരി, അത് പിന്നീട് എടുത്തുകൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരാനുള്ള പ്രോത്സാഹനങ്ങൾ പറയുന്ന ഒരു ലേഖനത്തിനിടയിൽ എന്താണ് ഈ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഭൗതികമായ വിഷയങ്ങളിൽ ഒരു നിർദ്ദേശവും കാഴ്ചപ്പാടുമില്ലാത്ത ഒരു സംഗതിയല്ല. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന് വാദമില്ലല്ലോ. രാഷ്ട്രീയ രംഗത്ത് ഇസ്ലാമിന്റെ അഭിപ്രായവുമില്ല എന്ന് വാദമില്ല. രാഷ്ട്രീയ വീക്ഷണത്തിൽ ഇസ്ലാമിൽ രാഷ്ട്രീയമായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിൽ പെട്ടതാണ് മുസ്ലിങ്ങൾ ഒരു രാജ്യത്ത് ന്യൂനപക്ഷമാണെങ്കിൽ അവർക്ക് ഇസ്ലാമിന്റെ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കാൻ ആ രാജ്യത്ത് സാധിക്കുമെങ്കിൽ ഇസ്ലാമികേതര ഭരണകൂടത്തോടും സഹകരിക്കാം, വേണമെങ്കിൽ ആദർശം പണയം വെക്കാതെ അതിൽ പങ്കാളിയാകാം. അത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ വീക്ഷണം തന്നെയാണ്. ഇസ്ലാമിന്റെ രാഷ്ട്രീയ വീക്ഷണം എല്ലാം നല്ല കിട്ടുക, മനസ്സിലായില്ലേ? ആ നിലക്ക് സിയാസത്തുമുണ്ട്. അപ്പോൾ ഇസ്ലാമിക ഭരണം നടക്കുന്ന സാഹചര്യങ്ങളിൽ, അതേപോലെ ഇസ്ലാമിന് അനുകൂലമായി ജീവിക്കാൻ കഴിയും, പക്ഷേ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഇസ്ലാം നിരാകരിക്കപ്പെടുന്ന, ആട്ടി ഓടിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ, അങ്ങനെയുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, നേരത്തെ അബ്ദുറഹ്മാൻ സലഫി സൂചിപ്പിച്ചതുപോലെ വിവിധ സാഹചര്യങ്ങളിൽ മുസ്ലിങ്ങൾ ജീവിക്കേണ്ടി വരും. അത്തരം സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാട് ഇസ്ലാമിലുണ്ട്. ആ ഒരു പരാമർശം അതിൽ വന്നുപോയി എന്നല്ലാതെ മൗദൂദിയുടെ വാദം വിശദീകരിക്കുന്ന ഒരു ലേഖനമല്ല ഇത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് പകരം ഓരോരോ വിഷയങ്ങളായിട്ട്. ഇനി നേരത്തെ പറഞ്ഞു ഫൈസൽ അവാർഡ് അബുലാല മൗദൂദിക്ക് കിട്ടി. രണ്ടാമത് കിട്ടിയ പിന്നെ മൗദൂദിയുടെ ആശയങ്ങളെ, ഈ റബ്ബ്, ഇലാഹി, ഇബാദത്ത്, ദീന് എന്നതിന് 11 നൂറ്റാണ്ടായി ആർക്കും അറിയാതെ മറഞ്ഞു കിടന്നിരുന്ന ഒരു വാദം മൗദൂദി കണ്ടെത്തിയെന്നാണ് ഖുർആൻ കി 4 ബുനിയാദി ഇസ്ലാഹ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം സമർത്ഥിച്ചത്. ആ സമർത്ഥനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ലാ തജ്തബി ഉമ്മത്തി അല ദലാല, എന്റെ ഉമ്മത്ത് ഒരിക്കലും വഴികേടിൽ ഒരുമിക്കുകയില്ല എന്ന ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റാണ്ടുകളോളം ഇബാദത്ത്, ഇലാഹ്, റബ്ബ്, ദീന് എന്ന ആശയങ്ങൾ സമൂഹത്തിൽ മറഞ്ഞുകിടന്നു എന്ന മൗദൂദിയുടെ ദുർവാദം, ആ ദുർവാദത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് തഫ്സീറു സിയാസി അൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ രാഷ്ട്രീയ വ്യാഖ്യാനം എന്ന മൗദൂദിയുടെ ദുർവ്യാഖ്യാനങ്ങൾക്ക് മറുപടി പറഞ്ഞ് അബുൽ ഹസൻ അലി നദ്വി, ഫൈസൽ അവാർഡ് ജേതാവായ അബുൽ ഹസൻ അലി നദ്വി പുസ്തകം എഴുതിയത്. സുഹൈർ തുങ്കത്ര അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു കാണും. ആ അബുൽ ഹസൻ അലി നദ്വി മൗദൂദിയെ പ്രശംസിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, മൗദൂദിയെ പ്രശംസ സർട്ടിഫിക്കറ്റല്ലേ പറഞ്ഞത് ആദ്യകാലത്തെ. ഇപ്പോഴത്തെ സർട്ടിഫിക്കറ്റുകൾ ഇതാ 100 പേജുണ്ട്. സൗദി അറേബ്യയിൽ നിന്നുള്ള വ്യത്യസ്ത പണ്ഡിതന്മാരുടെ മൗദൂദ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും, നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആദ്യകാലത്ത് മൗദൂദിയുടെ കൂടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ പോലെ തന്നെ പണിയെടുത്തിരുന്ന അബുൽ ഹസൻ അലി നദ്വി മൗദൂദിയുടെ ശരിയായ അപകട വീക്ഷണങ്ങൾ, വിഷലിപ്തമായ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ അതെല്ലാം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ മൗദൂദിസം വിട്ടു. ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു. മൗദൂദി മാത്രമാണോ? ജമാഅത്തെ ഇസ്ലാമി ആദ്യം രൂപീകരിക്കുമ്പോണ്ടായിരുന്ന 75 പണ്ഡിതന്മാർ എത്ര പേരുണ്ടായി പിന്നെ കൂടെ? അപ്പൊ രൂപീകരിച്ച ആളുകൾ പോലും വിട്ടു. പിന്നല്ലേ പ്രശംസിച്ചവരുടെ കാര്യം. അതിൽ മൗദൂദി അബുൽ ഹസൻ നദ്വി പറഞ്ഞ ഒറ്റ വാചകം ഞാൻ കേൾപ്പിച്ചുതരാം. അതായത് മൗദൂദിയുടെ കൂടെ സഹയാത്രികനായി ഉണ്ടായിരുന്ന മൻലൂർ നോമാനി മൗദൂദി കെ സാത്ത് എന്നൊരു പുസ്തകം ആദ്യകാലത്ത് മുസ്ലിം സമുദായത്തെ ഒരുമിപ്പിക്കുക എന്നുള്ളൊരു ആശയമാണ് പറഞ്ഞത്.
അതുകൊണ്ടാണ് മൗദൂദിക്ക് ഒരു നല്ല പ്രചാരം. മുസ്ലിം ഉമ്മത്ത് ശിഥിലമായ ഒരു നേതൃത്വമില്ലാതെ അങ്ങനെ പല വീക്ഷണങ്ങളുമായി നടക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിനൊരു നവജാഗരണം വരുത്താൻ ഒരാൾ വന്നിട്ടുണ്ട്. അതാണ് മൗദൂദി എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ആദ്യകാലത്ത്. അതാണ് സൗദി അടക്കം ആദ്യകാലത്ത് സ്വാധീനിക്കപ്പെട്ടത്. പിന്നാലെ മൗദൂദിയുടേത് ഇമാമത്തിന് ഹാക്കിമിയത്ത് എന്നൊരു പേര് കൊടുത്ത് ഷിയായിസത്തിന്റെ മതരാഷ്ട്രവാദം തന്നെയാണ് ഇവിടെ കടന്നു വന്നത് എന്ന് ബോധ്യപ്പെടുകയും അതോടുകൂടി സലഫി പണ്ഡിതന്മാർ തന്നെ വ്യക്തമായി മൗദൂദിയുടെ ആദർശങ്ങൾ എടുത്ത് വിമർശിക്കുകയും ചെയ്യാൻ തുടങ്ങി. അത് മറ്റൊരു വിഷയം. ഇദ്ദേഹം പറയുന്നു, നോക്കൂ, അങ്ങനെ ആദ്യകാലത്ത് മൗദൂദിയുടെ കൂടെ ഉണ്ടായിരുന്ന മൻസൂർ നോമാനി മറ്റുള്ള അനേകം പണ്ഡിതന്മാരെ പോലെ പിരിഞ്ഞുപോയി. മൗദൂദിക്ക് പറ്റിയ കാലഘട്ടങ്ങളിലെ വ്യതിയാനങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി. ആ രേഖപ്പെടുത്തിയ പുസ്തകം മൗലാന മൗദൂദി കെ സാത്ത് എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് അബുൽ ഹസൻ അലി നദ്വിയാണ്. ഫൈസൽ അവാർഡ് ജേതാവായ അബുൽ ഹസൻ അലി അൽ ഹസൻ നദ്വിയാണ്. അദ്ദേഹം എഴുതിയ കേട്ടോളും, സംഘടനകളിൽ നിന്നും പ്രസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾ ചേരുന്നതും പിരിഞ്ഞു പോകുന്നതും നമുക്ക് അറിയാവുന്നതും അനുഭവമുള്ളതുമാണ്. പിരിഞ്ഞുപോയവർ ചിലപ്പോൾ സംഘടനയുടെ എതിരാളികളായി മാറാനും സാധ്യതയുണ്ട്. എന്നാൽ സ്ഥാപക അംഗങ്ങളുടെ, വിശിഷ്യ ഖുർആനിലും സുന്നത്തിലും അഗാധ പാണ്ഡിത്യമുള്ളവരുടെ തുടർച്ചയായ വൻതോതിലുള്ള ഒഴിഞ്ഞുപോക്കിന് സാക്ഷിയായ ജമാഅത്തെ ഇസ്ലാമിക്ക് വന്ന ദുർഗതിക്ക് സംഘടനകളുടെ ചരിത്രത്തിൽ ഉദാഹരണം കണ്ടെത്താൻ പ്രയാസമാണ്. ഒരു ഉദാഹരണവും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും വരാം. ഫൈസലവാട് ഒരു പ്രസ്ഥാനത്തിന്റെ യോഗ്യതയാകുമെങ്കിൽ, ആരെങ്കിലും പ്രശംസിച്ചതൊരു യോഗ്യതയാകുമെങ്കിൽ നൃശംസ അയോഗ്യതയുമാകണമല്ലോ, അങ്ങനെയും വരണമല്ലോ, അല്ലേ? എടി നിങ്ങൾ നോക്കൂ, അബ്ദുല്ലാഹിബിൻ ബാസ്, ഷെയ്ഖ് അബ്ദുല്ലാഹിബിൻ ബാസിന്റെ ഫത്വയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്ന ഹദീസ് എടുത്തുകൊണ്ട് ചോദിച്ചു. ഇസ്ലാമിൽ നിന്ന് വ്യതിയാന കക്ഷികൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതിൽ ഒരു കക്ഷി ഒഴികെ ബാക്കിയെല്ലാം 73 പിരിഞ്ഞതിൽ 72 എല്ലാം നരകത്തിലാണ്, ഒന്നൊഴികെ. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഇഖ്വാനുൽ മുസ്ലിമൂൻ, അങ്ങനെയുള്ള ജമാഅത്ത് ഇസ്ലാമി ആഗോളതലത്തിൽ അറിയപ്പെടുന്നത്, ഇഖ്വാനുൽ മുസ്ലിമൂൻ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അവർ ഈ 72-ലാണോ പെടുക അതോ രക്ഷപ്പെട്ട കക്ഷിയിലാണോ പെടുക? അദ്ദേഹം ഉത്തരം നൽകി, തദ്ഖുലു ഫിൽ ഇസ്നതൈനി വസ്സബഈൻ. ഷെയ്ഖ് ഇബ്നു ബാസ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആദർശം പഠിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഫത്വ നൽകിയിരിക്കുന്നു. വിവിധ കക്ഷികളായി പിരിയുമെന്ന് പറയുമ്പോൾ ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം അത് സ്വർഗത്തിലേക്ക് നയിക്കുന്ന ആദർശമാണോ നരകത്തിലേക്ക് നയിക്കുന്ന ആദർശമാണോ? ഇനി ഫത്വകൾ കോമ്പല വായിക്കാണ്ട് നീണ്ടുപോയി എന്ന് പറയണ്ട. ഇനിയോ പുസ്തകങ്ങൾ വേണോ? ഇതാ ലോകത്തുള്ള തീവ്രവാദ ചലനങ്ങൾ അതേ നിരൂപിച്ചുകൊണ്ട് വ്യത്യസ്തരായ സലഫി പണ്ഡിതന്മാർ കുവൈത്തിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഒക്കെ പുറത്തിറക്കിയിട്ടുള്ള പുസ്തകങ്ങൾ. അൽ ഇഫ്സാദു ഫിൽ അർളി ലൈസത് മിനസ് സലഫിയ്യ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നത് ഒരിക്കലും സലഫിയത്തിന്റെ സമീപനമല്ല. പിന്നെ ആരുടെ സമീപനമാണ്? അതിൽ ഉസാമ ബിൻ ലാദനെ കുറിച്ച് പറയുന്നു, ഉസാമ ബിൻ ലാദന്റെ ഉസ്താദായ സയ്യിദ് ഖുത്ബിനെ കുറിച്ച് പറയുന്നു. അതേപോലെ തന്നെ അബുൽ അഅ്ല മൗദൂദിയെയും അവർ ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളെയും കുറിച്ച് പറയുന്നു. അവരാണ് മുസ്ലിം ഉമ്മത്തിൽ തീവ്രവാദത്തിന്റെ ബീജാവാപം നൽകിയത് എന്ന് ആഗോള സലഫി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ഫത്വകൾ മാത്രമല്ല, പുസ്തകങ്ങൾ പോലും പുറത്തു വന്നിട്ടുണ്ട്. ഒന്നല്ല, ധാരാളം പുസ്തകങ്ങൾ, അല്ലേ? ഇനി എത്ര ഷെയ്ഖ് സാലിഹ് ഫൗസാനെ പോലെയുള്ള ആളുകൾ ഖുർആൻ കി ചാർ ബുനിയാദി ഇസ്ലാഹ് എന്ന പുസ്തകത്തിന്റെ അവസാന പേജിൽ നിന്നും ഇന്നല്ലാഹ സുബ്ഹാനഹു അമറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സൂറത്തിൻ നസ്ർ ബി അൻ യസ്തഗ്ഫിറ റബ്ബഹു മാ സദറ മിൻഹു മിൻ അദാഇൽ ഫറായിദ് ഐ ഫറായിദിൻ നുബുവ്വ മിൻ തഖ്സീറാത്തിൻ വ നഖായിസ്. അറിയാമോ നിങ്ങൾക്ക്, നുബുവ്വത്തിന്റെ ഫർളുകളിൽ വീഴ്ച വരുത്തിയത് കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നാളുകളിൽ മാപ്പ് ചോദിക്കണം എന്ന് അള്ളാഹു പറഞ്ഞത് എന്ന് മൗദൂദി എഴുതി വെച്ചിട്ടില്ലേ? ഞാനല്ല പറയുന്നത്, സാലിഹ് ഫൗസാന്റെ ഫത്വയാണ്. മൗദൂദിയെ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്ന് ചോദ്യമുണ്ടായി. ആ ചോദ്യത്തിന് സൗദി അറേബ്യയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഫത്വ കൊടുത്തു. എന്താ പറഞ്ഞത്? ഇദാ ജാഅ നസ്റുല്ലാഹി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, അവസാന കാലത്തിറങ്ങിയ മദീനയിൽ അവതരിച്ച അധ്യായം. ആ സൂറത്തിൽ ഒരു വാചനമുണ്ട്, വസ്തഗ്ഫിറുഹു, താങ്കൾ മാപ്പ് ചോദിക്കണം, ഇന്നഹു കാന തവ്വാബ. എന്തിനു മാപ്പ് ചോദിക്കണം? ഖുർആൻ ആയത്ത് തന്നിഷ്ടപ്രകാരമല്ല വിശദീകരിക്കേണ്ടത്. ആ സൂറത്തിന്റെയും ആ ആയത്തിന്റെയും സവിശേഷതകൾ എല്ലാവർക്കും അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം അവസാനിക്കുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ആ സൂറത്ത് എന്ന് വളരെ വ്യക്തമാണ്. പ്രവാചകന്റെ മരണവാർത്ത അറിയിക്കുന്ന സൂറത്ത് എന്ന് അറിയപ്പെട്ടു. അങ്ങനെ ആ സൂറത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ലോകത്താർക്കും പരിചയമില്ലാത്തൊരു വ്യാഖ്യാനം മൗദൂദിക്ക് കിട്ടി. മുഹമ്മദ് നബി വാളെടുക്കാൻ വൈകി ഭരണം ഉണ്ടാക്കാൻ. നുബുവത്തിന്റെ ഫർളുകൾ അത് വീട്ടുന്ന കാര്യത്തിൽ പ്രവാചകന് വീഴ്ച പറ്റി, അല്ലേ? ഫറായിദ് നുബുവത്തിൽ വീഴ്ച പറ്റി. ആ ഫർളുകളിൽ, പ്രവാചകൻ നിർവഹിക്കേണ്ട ഫർളുകളിൽ വീഴ്ച പറ്റിയത് കൊണ്ട് മാപ്പ് ചോദിക്കാനാണ് പറഞ്ഞത് എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മൗദൂദിയുടെ ആശയം ദീൻ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഫത്വ കൊടുത്തു. മൗദൂദിയുടെ സയ്യിദ് ഖുത്ബിന്റെ അതേ ആശയം സ്വീകരിക്കുന്ന വ്യത്യസ്ത ആളുകളുടെ. എന്നിട്ട് വേറെയും കാരണങ്ങൾ പറഞ്ഞു. ബൽ ഇന്നൽ മൗദൂദി ഉരിഫാനുൽ ഇസ്തിഹ്സാഉ ബിസുന്ന, എനിക്ക് കേൾക്കണോ, മൗദൂദി സുന്നത്തിനെ പരിഹസിക്കുന്ന ആളാണ് എന്ന കാര്യം പ്രശസ്തമാണ്. ഇത് വായിച്ചാൽ തരൂല.
പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി ഫൈസൽ അവാർഡും ആ ജാതിയിൽ ഒട്ടിലൊടുക്കും റോഡിന്റെ പേരുമായി വരേണ്ട വിഷയങ്ങൾ എടുത്തു വെച്ചോളൂ. പ്രമാണങ്ങളുമായി നമുക്ക് പരിശോധിക്കാം. ആ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അൽ-മുർഷിദിലെ ഉദ്ധരണിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇസ്ലാം എന്ന് ദീനായോ അന്ന് തന്നെ രാഷ്ട്രമായി എന്ന പോലെയുള്ള വാചകങ്ങൾ ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. കാരണം ഇസ്ലാം ഒന്നാം തീയതി തന്നെ ദീനാണ്. പക്ഷേ ഭരണ നിയമങ്ങൾ വന്നത് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്? ഭരണ സംവിധാനം വന്നത് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്? കട്ടവന്റെ കൈമുറിക്കണമെന്ന് ഖുർആൻ പറഞ്ഞത് എപ്പോഴാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഖുർആൻ ഇറങ്ങി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാം മതം അന്നേ പൂർണ്ണമാണ്. അവിടുന്ന് ദീനാണ് പ്രചരിപ്പിച്ചത്. സഹാബിമാർ 100% മുസ്ലിങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ഷഹീദായ കൊല്ലപ്പെട്ട സുമയ്യ റളിയല്ലാഹു അൻഹയും യാസിർ റളിയല്ലാഹു അൻഹും പരിപൂർണ മുസ്ലിങ്ങളാണ്. അന്നവർക്ക് ഭരണമുണ്ടോ? രാഷ്ട്രീയ വിഷയങ്ങളുണ്ടോ? ഇല്ല. അപ്പോൾ ഇസ്ലാം പൂർത്തിയാകുന്നതോടുകൂടി സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആലങ്കാരിക പ്രയോഗമാണ്. ശരി, എല്ലാം ഇവിടെയുണ്ട്. എങ്കിൽ കട്ടവന്റെ കൈമുറിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഉണ്ട്. എങ്കിൽ ജമാഅത്തുകാരുടെ കയ്യിൽ, പോപ്പുലർ ഫ്രണ്ടിന്റെ കയ്യിൽ, സകല മുസ്ലിങ്ങളുടെയും കയ്യിൽ ഈ ഖുർആൻ ഉണ്ടല്ലോ, ഉണ്ട്. കത്തിയുണ്ടല്ലോ, ഉണ്ട്. കയ്യിനെല്ലുമുണ്ടല്ലോ, ഉണ്ട്. മോഷണം നടക്കുന്നുണ്ടല്ലോ, ഉണ്ട്. എന്നിട്ടെന്താ ചെയ്യാത്തത്? ഈ ചോദ്യം ആരോടാണ് ചോദിക്കേണ്ടത്? ഈ ചോദ്യം ആരോടാണ് ചോദിക്കേണ്ടത്? എപ്പോഴാണ് കട്ടവന്റെ കൈമുറിക്കേണ്ടത്? എപ്പോഴാണ് വ്യഭിചരിച്ചവനെ എറിയേണ്ടത്? എപ്പോഴാണ് വ്യഭിചരിച്ചവനെ കൊല്ലേണ്ടത്? ഇസ്ലാമിക ഭരണം കയ്യിൽ വരുമ്പോഴാണ്. ശരി, ഇസ്ലാമിക ഭരണം കയ്യിൽ വരേണ്ടതില്ലേ? ഉണ്ട്. ഇസ്ലാമിക ഭരണം ഇവിടെ ഉണ്ടാകേണ്ടതില്ലേ? ഉണ്ട്. ഇസ്ലാമിക ഭരണത്തിന്റെ ഒന്നാമത്തെ ഓർഡർ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് എല്ലാ ജാറങ്ങളും തകർത്ത് തരിപ്പണമാക്കണമെന്നാണ്. ജാറങ്ങൾ തകർത്ത് തരിപ്പണമാക്കണമെന്ന് പറയുന്ന വിഭാഗമാരാണ്. ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിൽ വന്നാൽ ഇവരാണയിട്ട് പറയുന്നു, ജമാഅത്ത് അധികാരത്തിൽ വന്നാൽ ജാറം പൊളിക്കുകയില്ല, അൽഫാത്തിഹയും ഉറൂസും നിർത്തലാക്കും എന്ന്. ആര്? മുസ്ലിയാക്കന്മാർ. ജമാഅത്ത് രാഷ്ട്രീയ രംഗത്ത് വന്നപ്പോൾ, പ്രചാരണത്തിൽ വന്നപ്പോൾ, സ്ഥാനാർത്ഥികളാകാൻ ഉദ്ദേശിച്ചപ്പോൾ പാകിസ്ഥാനിലെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മറുപടി പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ എല്ലാവർക്കും ഇടയിൽ രഞ്ജിപ്പിന്റെ മന്ത്രം മുതുകയാണ്. നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്യുക, മറ്റോനെ ശരിയാന്ന് തോന്നുന്നു അവൻ ചെയ്യട്ടെ. എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണം. ഞങ്ങൾ വിശ്വാസകാര്യങ്ങളിൽ തർക്കിക്കാറില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടത്തിൽ ശാഫികളുണ്ട്, ഹനഫികളുണ്ട്, സലഫികളുണ്ട്, ബറേൽവികളുണ്ട്. ഷിയാക്കളിൽ ആരും മെമ്പർമാരല്ലെങ്കിലും ധാരാളം അനുയായികളുമുണ്ട്. ഷിയാക്കളുണ്ട്. ആരാ ബറേൽവി? കബറിങ്ങൾ സുജൂദ് ചെയ്യുന്ന പച്ച മുശ്രിക്ക്. കബറിങ്ങൾ സുജൂദ് ചെയ്യുന്ന പച്ച മുശ്രിക്ക്. പഹാഡി ഷെരീഫിന്റെ അടുത്ത് ബാംഗ്ലൂരിൽ ജമാഅത്തിന്റെ സമ്മേളനത്തിന് പോയ ആൾക്കാർ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അവിടെ നടന്ന ശിർക്ക്, അല്ലേ? അതും ജമാഅത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭരണം കയ്യിൽ കിട്ടിയപ്പോൾ മക്കായിൽ അലി റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചത് ഒരൊറ്റ പ്രതിമയും തകർക്കാതെ വിടരുത്, ഒരൊറ്റ കെട്ടിപ്പൊക്കിയപ്പെട്ട ഖബറുകളും തട്ടി നിരപ്പാക്കാതെ വിടരുത്. ഇതാണ് ഒന്നാമത്തെ ഓർഡർ. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, ഞങ്ങൾ എല്ലാവർക്കും രഞ്ജിപ്പിന്റെ മന്ത്രമൂതുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിക ഭരണത്തെക്കുറിച്ച് ശബ്ദിക്കാൻ അവകാശമുണ്ടോ? ശബ്ദിക്കാൻ അവകാശമുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ജനിക്കാൻ അവകാശമുണ്ടോ? ജീവിക്കാൻ അവകാശമുണ്ടോ? സ്വാതന്ത്ര്യ സമരത്തിന് 1000 വട്ടം ശാപമെന്ന് പറഞ്ഞ ലോകത്തെ ഏക സംഘടന ജമാഅത്തുകാരാണ്. സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് 1000 വട്ടം ശാപമെന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ, ഒരു ബോർഡ് തൂക്കാൻ, ഒരു നോട്ടീസ് ഇറക്കാൻ അവകാശമുണ്ടോ? ഇല്ല. അപ്പോ ഇസ്ലാമിക ഭരണത്തിന്റെ ആകാൻ ജമാഅത്തിന് അധികാരമില്ല, അവകാശമില്ല. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, ജാറങ്ങൾ ഗവൺമെന്റുകൾ തകർക്കേണ്ടതാണ്, നമ്മൾ തകർക്കണമെന്നല്ല, തകരേണ്ടതാണ്, അല്ലേ? അതെ. മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാമിക ഭരണത്തിനെതിരല്ല, അനുകൂലമാണ്. ഇസ്ലാമിക ഭരണത്തിന്റെ വക്താക്കളും ഇൻഷാ അല്ലാഹ് പ്രയോക്താക്കളും മുജാഹിദ് പ്രസ്ഥാനമായിരിക്കും. അസ്സലാമു അലൈക്കും. ഉപചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം അദ്ദേഹത്തിന്. മൗലവി സാഹിബിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അങ്ങ് കാട് കയറി. ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണവും
അതൊക്കെ ആയിട്ട് മാറി. അപ്പോൾ ചോദ്യത്തിൻ്റെ മൗലികമായിട്ട് ഞാൻ ചോദിച്ച അദ്ദേഹത്തെ ഫൈസൽ അവാർഡ് ലഭിച്ചു. അടുത്ത ഫൈസൽ അവാർഡ് അബുൽ ഹസൻ അലി നദീക്ക് ലഭിച്ചു. അപ്പോൾ ചോദ്യം അതിനുശേഷവും അദ്ദേഹത്തെ അറബ് ലോകം അംഗീകരിച്ചല്ലോ. വീണ്ടും കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അതിനൊന്നും മറുപടി പറഞ്ഞില്ല. എന്ന് മാത്രമല്ല ഇനി അത് കുറെ അത് വളരെ വിശദമായി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. 2005 എടവണ്ണ ജാമ്യയിൽ ഇറങ്ങിയ അസ്സലാഹ് എന്ന അറബി മാഗസിനിൽ ഇസ്ലാമിക സാഹിത്യത്തിന്റെ പുരോഗതിയിൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ പ്രസ്ഥാനം മഹത്തായ സേവനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും പാശ്ചാത്യ അധിനിവേശത്തെ ചെറുക്കുന്നിൽ നേരത്തെ ഇവിടെ പറഞ്ഞ ആള് പാശ്ചാത്യ അധിനിവേശം ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവരാണ്. ചെറുക്കുന്നിൽ വെല്ലുവിളികളെയും പ്രലോഭനങ്ങളെയും നേരിടുവാൻ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും പത്രങ്ങളും അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെയും ഈ അക്ഷര പോരാട്ടത്തിന്റെയും മുൻനിരയിൽ ഉണ്ടായ ആളുകളും ഹസനുൽ ബന്ന, അബ്ദുൽ ഖാദർ ദൗദ, സയ്യിദ് കുതുബ്, അങ്ങനെ പറഞ്ഞു പോയിട്ട് അവസാനം സയ്യിദ് അബുൽ അഅ്ല മൗദൂദി, അമീൻ ഹസൻ ഇസ്ലാമി തുടങ്ങിയവരാണ് എന്നാണ് എടവണ്ണയിലെ 2005 അസ്സലാഹ് അറബി മാഗസിനിൽ പറഞ്ഞു. അതേപോലെ തന്നെ 2009 വിചിന്തനത്തിലും മൗദൂദി, ഞാൻ പറഞ്ഞു മൗദൂദി ജൂത ഏജന്റ്, തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ. പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ 2009 വിചിന്തനത്തിൽ അദ്ദേഹം ഇസ്ലാമിന്റെ വിമർശകരുടെ മുമ്പിൽ ഇസ്ലാമിന്റെ മഹത്വം ആത്മാർത്ഥമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്താ ഇസ്ലാമിന്റെ വിമർശകർക്ക് മുമ്പിൽ അദ്ദേഹം മൈക്ക് ശരിയാക്കി അദ്ദേഹത്തിന്റെ ചോദ്യം വ്യക്തമാട്ടെ. മൗദൂദി സാഹിബ് 2009 വിചിന്തനത്തിൽ പറഞ്ഞു അദ്ദേഹം ഇസ്ലാമിന്റെ വിമർശകരുടെ മുമ്പിൽ ഇസ്ലാമിന്റെ മഹത്വം സ്ഥാപിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തെ ശ്രമങ്ങൾ? ശരി, നിങ്ങളുടെ ചോദ്യം മനസ്സിലായി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സുഹൃത്ത് കമാൻഡോടുകൂടെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടി വരുന്നത്. ഒരു ചോദ്യമാണെങ്കിൽ ആ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞ് നിർത്തും. പക്ഷെ ചോദ്യമല്ല, ഞാൻ ഇതിൻ്റെ മുമ്പൊന്ന് പറയാമെന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. അതുകൊണ്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. അപ്പോൾ ഫൈസൽ അവാർഡ് കിട്ടിയതോ ഏതെങ്കിലും ഒരു റോഡിന് പേരിട്ടതോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് മറ്റാരെങ്കിലും പറഞ്ഞതോ എടുത്തു നോക്കിയിട്ടല്ല തീരുമാനിക്കേണ്ടത്. അതേപോലെ തന്നെ അൽ മുർഷിദിൽ പറഞ്ഞ വാചകം ഉദ്ധരിച്ചു. അത് അൽ മുർഷിദിന്റെ ആശയമാണ്, അത് സലഫികൾക്ക്, കേരളത്തിലെ മുജാഹിദുകൾക്ക് ബാധകമാണ് എന്ന് വരുത്തി തീർക്കാനാണല്ലോ സത്യസന്ധമല്ലാത്ത ആ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഇവിടെ വിശദീകരിച്ചു, KM മൗലവി എഴുതിയതല്ല, അൽ മുർഷിദിന്റെ ആശയവും അല്ല, മറിച്ച് സയ്യിദ് സുലൈമാൻ നദ്വി എഴുതിയിട്ടുള്ള ലേഖനത്തിലെ വാചകമാണ്. ആ വാചകം തന്നെ പൂർണ്ണരൂപത്തിൽ അതിന്റെ ശേഷം ജനാബ് ശംസുദ്ദീൻ പാലത്ത് വിശദീകരിച്ചു. പോരെങ്കിൽ സാധാരണക്കാരന് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന തരത്തിൽ ലളിതമായി മൗലവി സുഹൈർ ചുങ്കത്തറയും അതൊരു ആലങ്കാരിക പ്രയോഗമാണ് എന്നുള്ളത് വിശദീകരിച്ചുവല്ലോ. അതല്ലാതെ ന്യായമായും ചോദ്യകർത്താവിന് തന്നെ അറിയാം, അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം ആദ്യം തന്നെ ഒന്നായിട്ട് മുസ്ഹഫ് 30 ജുസുവും കൂടി മുഹമ്മദ് നബിന്റെ കയ്യിൽ ഹിറാ ഗുഹയിൽ വെച്ച് മലക്ക് ജിബിരിയിലാണ് കൊടുത്ത് എന്നാ പൊയ്ക്കോ എന്ന് പറഞ്ഞു വിട്ടതല്ല. നേരെ മറിച്ച് മക്കായിൽ ജീവിച്ച ആ 13 വർഷക്കാലം ഇസ്ലാമിന്റെ വിശ്വാസപരമായ അടിസ്ഥാനപരമായ കാര്യങ്ങളിലാണ് ഊന്നിക്കൊണ്ടുള്ള വഹ്യികൾ അവതരിച്ചുകൊണ്ടിരുന്നത്. മദീന ജീവിതകാലത്താണ് വിശദമായ മറ്റ് നിയമങ്ങള്, രാഷ്ട്രീയ, സാമ്പത്തിക, അതേപോലെ തന്നെ മറ്റുള്ള ഇടപാടുകൾ സംബന്ധമായ കാര്യങ്ങളുമൊക്കെ അവതരിച്ചിട്ടുള്ളത്, വിധികൾ അവതരിച്ചിട്ടുള്ളത് ഹിജറയ്ക്ക് ശേഷമാണ് എന്ന് വളരെ സൂക്ഷ്മമായൊന്നും പരിശോധിക്കാത്ത, മതത്തെ സംബന്ധിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിയ ആളുകൾക്കും അറിയാവുന്നതാണ്. പക്ഷെ എന്തിനായിരുന്നു സുഹൃത്ത് അതിവിടെ പറഞ്ഞത്? ഇവിടെ അബ്ദുറഹ്മാൻ സലഫി സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട സക്കാത്ത് കൊടുക്കാതിരിക്കുന്നത്, അതേപോലെ തന്നെ കൈമുറിക്കണമെന്നുള്ള കൽപ്പന നടപ്പിലാക്കാതിരിക്കുന്നത്
എന്ന് പറഞ്ഞൊരു കമന്റോട് കൂടിയാണ് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞതും താങ്കൾ ഈ വായിച്ചതും തമ്മിൽ എന്താ ബന്ധം? അത് ഏതായാലും മറുപടി ആയില്ല. ഇപ്പോഴത്തെ ചോദ്യത്തിന്റെ തുടക്കം എങ്ങനെയാണല്ലോ, ഞാൻ പലതും പറഞ്ഞിരുന്നു, അതിനൊന്നും മറുപടി ആയില്ല. എന്നാലും ഞാൻ വേറൊന്ന് ചോദിക്കുകയാണ്. മറുപടി ആയി നിങ്ങൾക്ക് മനസ്സിന്റെ ഉള്ളിൽ തോന്നും, വായോണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെന്ന് ബോധ്യപ്പെടാൻ ആവശ്യമായ അത്ര കാര്യങ്ങൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ഇപ്പോ ഷെയ്ഖ് ഇബ്നു ബാസ് മൗദൂദിനെ സംബന്ധിച്ച് പറഞ്ഞൊരു വാചകം നിങ്ങളെപ്പോലെ ഞങ്ങൾ ആ രൂപത്തിൽ എടുക്കാറില്ല. എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരൊറ്റ കാര്യം മാത്രം അവിടെ സൂചിപ്പിക്കാം. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാന അബുൽ അലൽ മൗദൂദി ഖദ് ബഅസ ഇലയ്യ ബിരിസാലത്തിൻ റഖമുഹാ 1526 വതാരീഖ് കദ വകദ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ കണ്ട പ്രയോഗം കാന അബുൽ അലൽ മൗദൂദീന. ഇനി ഇത് ഇബ്നു ബാസിന്റെ മറ്റൊരു ഫത്വയാണ്. ഫഖദ് ഇത്തലഅതു അലൽ കലിമത്തില്ലതി കതബഹാ അഖൂനാ ഫില്ലാഹ് അൽ അല്ലാമ അശ്ശൈഖ് ഉമർ ബിൻ അഹ്മദ് അൽ മലൈബാരി ഫി മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെയൊന്നും ഞങ്ങൾ തെളിവുണ്ടാക്കി പറയേണ്ടതില്ല, പക്ഷെ ഇതൊരു സത്യമാണ്, ഞങ്ങൾ പറയണില്ലെങ്കിലും. എന്താണെന്നറിയോ, കാന അബുൽ അലൽ മൗദൂദി, ആ അബുൽ അല മൗദൂദി എന്ന് പറഞ്ഞിട്ട് നേരെ തുടങ്ങി. പക്ഷെ ഒരു പണ്ഡിതനെ പണ്ഡിതോചിതമായി സംബോധന ചെയ്യുന്ന രീതി കണ്ടോ, ഇത് ഷെയ്ഖ് ഇബ്നു ബാസാണ്. ഫഖദ് ഇത്തലഅതു അലൽ കലിമത്തില്ലതി കതബഹ അഖൂനാ ഫില്ലാഹ് അൽ അല്ലാമ അശ്ശൈഖ് ഉമർ ബിൻ അഹ്മദ് അൽ മലൈബാരി. കണ്ടോ വ്യത്യാസം? അഖൂനാ ഫില്ലാഹ്, അഖൂനാ ഫില്ലാഹ് ഒന്നാമത്തെ വിശേഷണം. രണ്ടാമത്തത് അൽ അല്ലാമ. ഇബ്നു ബാസിനെ പോലുള്ള ഒരാള് ഉമർ മൗലവിയെ അൽ അല്ലാമ എന്ന് വിശേഷിപ്പിച്ചുവെങ്കിൽ വെറുതെ ഒന്നും ഇബ്നു ബാസ് പറയില്ലല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകളും ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഉമർ മൗലവിയെയും ഉമർ മൗലവി പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെയും ഞങ്ങൾക്ക് വലുതാക്കി കാണിക്കേണ്ടതില്ല. അതൊക്കെ ഒരു ചെറിയ നിലവാരം കുറഞ്ഞ മറുപടിയായിട്ടേ ഞങ്ങൾ കരുതുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ജാതി കാര്യങ്ങൾ പറയാത്തത്. പിന്നെ ഞാൻ ഈ ഒരു ആമുഖം പറഞ്ഞിട്ടുള്ളത് അൽ മുർഷിദ് പോലെ തന്നെയാണ്. ഞാനുള്ളിടത്ത് വെച്ച് തന്നെ ഈ ചോദ്യം ചോദിച്ചതും ഞാൻ വരുന്ന പരിപാടിയിൽ തന്നെ അസ്സലാഹ് മാഗസിനെ സംബന്ധിച്ച് നിങ്ങൾ നോട്ടീസ് ഇറക്കിയതും നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് പറയുന്നതിന് മുമ്പ് ഒന്നുകൂടി പറയട്ടെ, ഇങ്ങനെയൊക്കെ ആയിട്ടും അസ്സലാഹിന് പുകഴ്ത്തി എഴുതി, ഇതേപോലെ തന്നെ ബിചിന്തനത്തിൽ എഴുതി. ഞങ്ങള് ഒരു ആദർശത്തെ വിമർശിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയോട് അന്ധത വെച്ച് പുലർത്തുന്ന, അയാളെ ആകപ്പാടെ എല്ലാ കാര്യങ്ങളും അയാളെ നിഷേധിച്ച് തള്ളുന്ന ആളുകളല്ല. നീതിപൂർവേ ഞങ്ങൾ വിമർശിക്കുന്നുള്ളൂ. ഞങ്ങൾ വിമർശിക്കുന്നത് അയാളുടെ കണ്ണുകളെയല്ല, അയാളുടെ പേനയെയല്ല, അയാളുടെ എല്ലാ എഴുത്തിനെയുമല്ല. ഇസ്ലാമിന് വിരുദ്ധമായി അബുൽ അഅല, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുയായികൾ ഇഖ്വാനുൽ മുസ്ലിമൂൻ, അതിന്റെ പണ്ഡിതന്മാരും എഴുത്തുകാരും അവരുടെ ലേഖനങ്ങളിലും പ്രഭാഷണങ്ങളിലും പുസ്തകങ്ങളിലും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിനും വിരുദ്ധമായി എഴുതിയും പ്രസംഗിച്ചും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വികലമായ ആശയങ്ങളെയാണ് ഞങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനെ KNM-ന്റെ ജനറൽ സെക്രട്ടറി മയ്യത്തുസ്കരിച്ചത്, എന്തിനെ പിന്നെ ജയിലിൽ കിടക്കുമ്പോ നാസിലത്തിന്റെ കുനൂത്തോതിയത് എന്നൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടുന്ന് തന്നെ ഈ സ്റ്റേജിൽ കയറി വരുന്ന സമയത്ത് ഷെയ്ഖ് സാഹിബ് അപ്പുറത്തുണ്ടെങ്കിൽ അദ്ദേഹത്തെ കണ്ട ഒരു അസ്സലാമു അലൈക്കും എന്ന് ഞങ്ങൾക്ക് ഒരു വിഷമമില്ല. അയാൾ ഇങ്ങോട്ട് പറയും, അതിനും ഞങ്ങൾ വലൈക്കും അസ്സലാം എന്ന് പറയും. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അറിയപ്പെടുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ സൂചിപ്പിച്ചതാണ്. അതിനൊന്നും ഒരു പ്രയാസമില്ല. കണ്ടാ മിണ്ടാതിരിക്കേ, സലാം പറഞ്ഞാൽ മടക്കാതിരിക്കേ, കണ്ടാ സലാം പറയാതിരിക്കേ. അതല്ലെങ്കിൽ മരിച്ചാ മയ്യത്തുസ്കരിക്കുന്ന കഴിയെങ്കിൽ അവിടെ പോയി മയ്യത്തുസ്കരിക്കാതിരിക്കേ, അതൊന്നുമില്ല. നേരെ മറിച്ച് വാശിയങ്ങൾ വികലവും വികൃതവും വിമർശിക്കപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതുമാണ് എന്നത്
തെളിവ് നിരത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അത് ഞങ്ങൾ പറയും. അത് വ്യക്തിയോടുള്ള വിരോധമല്ല, ആശയത്തോടുള്ള വിരോധമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു സാമാന്യ മുസ്ലിം എന്നുള്ള നിലക്ക് ഞങ്ങൾ കാണുകയും ആ വൃത്തത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ആ നിലക്ക് കാണുകയും ചെയ്യും. പക്ഷെ അതിൽ പിഴച്ച ആശയമുണ്ടെങ്കിൽ അത് പിഴച്ച ആശയമാണ്. ആ ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയാണെങ്കിൽ പിഴച്ച സംഘടനയാണ് എന്ന് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളുടെ നല്ല ബന്ധങ്ങളെ നിങ്ങൾ വിമർശിക്കുകയോ ഇകഴ്ത്തി കാണിക്കുകയോ ചെയ്യരുത്. ചെയ്താൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. വിമർശനത്തിന്റെ രീതിശാസ്ത്രം അങ്ങനെയൊക്കെയാണ് എന്നേ അതിനെപ്പറ്റി പറയേണ്ടതുള്ളൂ. അതുപോലെ ഈ അസ്സലാഹ് എന്ന് പറയുന്ന ഈ അറബി മാഗസിൻ ഈ ഉള്ളവനാണ് ഇതിന്റെ എഡിറ്റർ. ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഒരു വാചകം കൊടുത്തിട്ടുണ്ട്. ആ വാചകമൊന്നും സുഹൃത്ത് കാണാൻ ഇടയില്ല. കണ്ടാൽ തന്നെ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുമ്പോൾ അത് മറക്കാനും ഇടയുണ്ട്. എന്താണ്? വലിൽ ഇൽമി അന്ന മഖാലാത്തി സ്വലാഹ് തുഅബ്ബിർ ഫഖത്ത് അൻ ആറാ വ അഫ്കാർ അസ്ഹാബിഹാ വലാ തുഅക്കിസ് സിയാസത്ത തഹ്രീർ ബിദ്ദറൂറ എന്ന വാചകം ഈ അസ്സലാഹ് മാഗസിനിലുള്ള ലേഖനങ്ങള് ആ ലേഖനകർത്താക്കളുടെ മാത്രം അഭിപ്രായങ്ങളാണ്. അവരുടെ മാത്രം അഭിപ്രായങ്ങളാണ്. ഈ പത്രത്തിന് ലേഖകന്മാരുടെ അഭിപ്രായങ്ങളോട് കടപ്പാടില്ല എന്ന് വ്യക്തമായി ആദ്യം എഴുതിയിട്ടുണ്ട്. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ഈ ലേഖനം എഴുതിയിട്ടുള്ളത് അൽ അദബുൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ വിശ്വാസ ആശയങ്ങള് തനതായ രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന സാഹിത്യമെന്നല്ല അദബുൽ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്ങാനും സുഹൃത്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ സുഹൃത്ത് ഇത് ഒക്കെ കണ്ട് നോക്കി വായിച്ചൊന്നും ആവില്ല. വേറെ ആരോ കണ്ടതോ വായിച്ചതോ പറഞ്ഞതോ ഒക്കെ ആവാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നേർക്ക് നേരെ കണ്ടു വായിച്ചിട്ടാണെങ്കിൽ കാര്യം ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഇടവരില്ല. അൽ അദബുൽ ഇസ്ലാമി അനാസിറുഹുൽ മുമയ്യസ വ വളീഫത്തുഹു ഫി ബിനാഇൽ മുജ്തമഅ. അദബുൽ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിസ്റ്റുകൾ, ഇസ്ലാമിക സാഹിത്യകാരന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നവർ രചിച്ചിട്ടുള്ള സാഹിത്യത്തിനാണ്, കൃതികൾക്കാണ് യഥാർത്ഥത്തിൽ അദബുൽ ഇസ്ലാമി എന്ന് പറയുന്നത്. ആ അദബുൽ ഇസ്ലാമിയിലുള്ളത് മുഴുവൻ ഇസ്ലാമാണ്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളോട് 100% കൂറുപുലർത്തുന്നതാണ്. അത് പ്രമാണ ബന്ധമാണ് എന്നുള്ള നിലക്ക് ഒരാളും വിചാരിക്കില്ല. ഇസ്ലാമിസ്റ്റുകൾ എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നത് ആരാ? ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾക്കും ഇസ്ലാമിന്റെ ആചാരങ്ങൾക്കും ഘടകവിരുദ്ധമായി എഴുതുകയും പ്രസംഗിക്കുന്നവരും ആ കൂട്ടത്തിലില്ലേ? അവർക്കും പേര് ഇസ്ലാമിസ്റ്റുകൾ എന്നാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നത് ആരാ? ആ സുന്നത്തും അതേപോലെ തന്നെ അൽ ജമാഅത്തും ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നവരും പ്രചരിപ്പിക്കുന്നവരുമാണോ? സുന്നത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അൽ ജമാഅത്തിന്റെ ആശയങ്ങളെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതുപോലെ അദബുൽ ഇസ്ലാമി എന്ന പേരിൽ അറിയപ്പെടുന്ന, ഇസ്ലാമിക സാഹിത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് IPH-ന്റെ പ്രസിദ്ധീകരണങ്ങൾ മലയാളത്തിലുള്ള ഇസ്ലാമിക സാഹിത്യങ്ങളാണ് എന്ന് മുജാഹിദുകളായ ആളുകൾ അംഗീകരിക്കാത്തതല്ല. പക്ഷെ IPH-ന്റെ സാഹിത്യങ്ങളിൽ ഇസ്ലാമിന് വിരുദ്ധമായ ആശയങ്ങളുണ്ട്, ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായ ആശയങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ തുറന്നു പറയാതിരിക്കുകയുമില്ല. ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമീങ്ങളെന്ന് പറയുന്നവർ രചിച്ചിരിക്കുന്ന സാഹിത്യങ്ങൾക്കാണ് ഇസ്ലാമിക സാഹിത്യം എന്ന് പറയുന്നത്. ആ നിലക്ക് ഇതിൽ സുഹൃത്ത് അത് മാത്രമാണോ കണ്ടിട്ടുള്ളത്? ഈ ലേഖനം എഴുതിയിട്ടുള്ളത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദിർ മൗലവിയല്ല. സുഹൃത്തിന്റെ ചോദ്യം കേട്ടാൽ ജാമിയ നദവിയ അറബിയിൽ പ്രസിദ്ധീകരിക്കുന്ന അസ്സലാഹ് മാഗസിനിൽ പോലും ഇത് അംഗീകരിച്ചുകൊണ്ട് എഴുതിയിട്ടില്ലേ എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. ഇല്ല, ഇവിടെ ഇസ്ലാമിക സാഹിത്യം എന്ന പേരിൽ ഡോക്ടർ സഈദ് മരക്കാർ എഴുതിയ ലേഖനമാണ്. ആ സഈദ് മരക്കാർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആരുമല്ല, ഈ പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനുമല്ല. പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിം ലോകത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയും അറബി ഭാഷയിലും ഇസ്ലാമിക സാഹിത്യത്തിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ലേഖനം ഇതിലേക്ക് അയച്ചു തന്നപ്പോൾ
ആ ലേഖനം അദ്ദേഹത്തോട് കൂറുപുലർത്തി അത് ആ രൂപത്തിൽ ഇതിൽ പ്രസിദ്ധീകരിച്ചുവെന്നേയുള്ളൂ. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അത് എന്നതൊന്ന്. രണ്ട്, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എഴുത്തുകാരനോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ സഹയാത്രികനോ അല്ല താനും. മൂന്നാമത്തേത്, ഇത് അദബുൽ ഇസ്ലാമിയാണ്. ഇതിലുള്ളത് മുഴുവനും ഇസ്ലാമികമായ കാര്യമെന്നുള്ള നിലക്കല്ല. ഇതിൽ സുഹൃത്ത് വായിച്ചിട്ടുള്ളതല്ലാത്ത ഒട്ടനവധി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അടക്കമുള്ള ആളുകളെ സംബന്ധിച്ചും അതിനു മുമ്പ് പ്രവാചകന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ കാലത്തുണ്ടായിരുന്ന കവികളെയും മറ്റും എടുത്തു പറഞ്ഞുകൊണ്ട് തുടങ്ങി പിൽക്കാലത്ത് വന്ന് ഈ രംഗത്ത് രചിച്ചിട്ടുള്ള ആളുകളുടേതൊക്കെ ആ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ പറഞ്ഞു വന്നതിന് ശേഷമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് വമിൻ അശ്ഹരി റുവാദിൽ അദബിൽ ഇസ്ലാമി ഫിൽ അസ്റിൽ ജദീദ് السيد جمال الدين الأفغاني الذي عكف حياته لتصفية ما عكره الغرب من عقائد المسلمين وتصويب ما حرفوه وزوروه وشوهوه من تعاليم الإسلام، وتابع دربه تلميذه الشيخ محمد عبدو، ومن بعده تلامذته السيد محمد رشيد رضا، والإمامان الشهيدان حسن البنا وسيد قطب. ولقواد حركة الإخوان المسلمون خدمات جليلة وصفحات بريقة في تطوير الأدب الإسلامي، وسيما أيام نضالهم العنيف ضد الاستعمار الغربي، وألفوا مئات الكتب والرسائل وأصدروا الجرائد والصحائف لمواجهة التحديات ومقاومة المغريات. وفي طليعة هذه الحركة النبيلة وهذا الجهاد القلمي الإمام حسن البنا وعبد القادر عودا وسيد قطب وأخوه محمد ومحمد الغزالي وأخته زينب ومصطفى السباعي ومصطفى صادق الرافعي وعباس محمود اللقاد ومحب الدين الخطيب وأحمد بهجت وأنور الجندي وفتحي عثمان وغيرهم كثيرون. ومن ناحية أخرى قاد هذه الحركة العلامة أبو الحسن علي الندوي والسيد أبو العلا المودودي وأمين أحسن إصلاحي وغيرهم. وأسست رابطة عالمية للأدب الإسلامي عام 1985 ميلادية على يد العلامة المرحوم أبو الحسن علي الندوي وتحت رعايته. ويعد هذا تجديدا لحركة إسلامية قديمة എന്ന് തുടങ്ങിയിട്ടാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കുന്ന ഈ രണ്ടെണ്ണം മാത്രം പെറുക്കിയെടുത്ത് അതാണ് നീതിപൂർവമല്ല നിങ്ങളെ ചോദ്യവും നിങ്ങളുടെ ആശയവും. നേരെ മറിച്ച് ഇവിടെ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇതിന് മൗദൂദിന്റെ പേര് കട്ട് ചെയ്യാൻ ഒരു വിഷമമല്ല, ഞാൻ അതിന്റെ എഡിറ്ററാണ്. അതേപോലെ തന്നെ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ പേര് കട്ട് ചെയ്യാൻ ഒരു വിഷമമല്ല, ആരും ചോദ്യം ചെയ്യൂല. ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ഈ ആൾക്കാരെ പേരൊക്കെ ഇത് കട്ട് ചെയ്താൽ ഒരു പ്രശ്നവും വരാല്ല. പക്ഷേ ഇവരൊക്കെ ഇസ്ലാമിന്റെ പേരിൽ പുസ്തകങ്ങൾ എഴുതിയ അറബി സാഹിത്യത്തിൽ എഴുതിയിട്ടുള്ള ആളുകളാണ്. അതൊരു സത്യമാണ്. അത് ഇസ്ലാമല്ല, ഇസ്ലാമിന്റെ പേരിൽ എഴുതിയതാണ്. അതിനുള്ള മുഴുവൻ ആശയം ഇസ്ലാമികല്ല. എന്നിട്ട് ഇതിന്റെ ശേഷം പറഞ്ഞല്ലോ, ഞാൻ ഈ വായിച്ച ആ പാരഗ്രാഫിന്റെ അവസാനത്തില് ومن ناحية أخرى قاد هذه الحركة العلامة أبو الحسن علي الندوي وسيد أبو العلا المودودي وأمين أحسن إصلاحي وغيرهم. മറ്റൊരു നിലക്ക് ഈ പ്രസ്ഥാനത്തെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഒന്നാമത് പറഞ്ഞത് അല്ലാമ അബുൽ ഹസൻ അലി നദ്വി, രണ്ടാമത് സയ്യിദ് അബുൽ അലൽ മൗദൂദി, മൂന്നാമത് അമീൻ അഹ്സൻ ഇസ്ലാഹി വഗൈറുഹും. കണ്ടോ, അപ്പുറം വെച്ചത് ആരെയാണ്? മൗദൂദിന്റെ കൂടെ നിന്ന് മൗദൂദിയെ എതിർത്ത് പുസ്തകങ്ങൾ എഴുതിയ ആളുകളാണ്. അദ്ദേഹത്തിന്റെ സഹയാത്രികരായിരുന്നു രണ്ടുപേരും. ഇന്ത്യയിൽ ഇതിന്റെ ഒരു മുന്നേറ്റം, ഇതിനൊരു നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്ന് അവകാശപ്പെടാവുന്നത് ഒന്ന് അബുൽ ഹസൻ അലി നദ്വിയാണ്. അറബിയിലും ഉറുദുവിലുമുള്ള അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇസ്ലാമിക സാഹിത്യം എന്നുള്ള നിലക്ക് ആശയപരമായി മുഴുവൻ അംഗീകരിക്കാൻ കഴിയുന്നതല്ല സലഫികൾക്ക്. പക്ഷേ ഇസ്ലാമിക സാഹിത്യത്തെ സംബന്ധിച്ച് പറയുമ്പോ ഇത് അദ്ദേഹത്തെ അവഗണിക്കാനാവില്ല. ഇതേപോലെ തന്നെ സയ്യിദ് അബുൽ അലൽ മൗദൂദി അബുൽ ഹസൻ അലി നദ്വിയെ പറ്റി എഴുതിയപ്പോൾ അല്ലാമ എന്നെഴുതി. ഞാനല്ല എഴുതിയത്, ഡോക്ടർ സയ്യിദ് മരക്കാറാണ്. മൗദൂദിയെ പറ്റി എഴുതിയപ്പോൾ സയ്യിദ് എന്ന് പറഞ്ഞ മിസ്റ്റർ എന്നുള്ളതിനാണ് അറബിയിൽ ഉപയോഗിക്കുക. അല്ലാമ എന്ന് പറഞ്ഞ മഹാപണ്ഡിതൻ എന്നാണ്. മൗദൂദിയുടെ ആശയത്തോട് അല്പസ്വല്പമൊക്കെ ബഹുമാനം പുലർത്തുന്ന ഡോക്ടർ സയ്യിദ് മരക്കാറിന് പോലും അറിയാം അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് എന്നുള്ളത് കൊണ്ട്, എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹം പാശ്ചാത്യർക്ക് എതിരിൽ ധാരാളം എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയിട്ടില്ല, അവരുടെ വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഇല്ല എന്നൊന്നും ഞങ്ങൾ പ്രസംഗിക്കുകയോ എഴുതുകയോ ചെയ്യാറില്ല.
ഇതൊക്കെ ഉണ്ടെങ്കിലും തീവ്രവാദത്തിന് വിത്തുപാകിയത് അബുൽ അഅ്ല മൗദൂദിയാണെന്ന് ഇഖ്വാനുൽ മുസ്ലിമൂന്റെ എഴുത്തുകാരനും ജമാഅത്തിന്റെ സഹയാത്രികനും ഈ നൂറ്റാണ്ടിൽ അവർ എണ്ണിക്കൊണ്ടിരിക്കുന്ന അവരുടെ വലിയ ബുദ്ധിജീവിയുമായ ഡോക്ടർ ഫഹ്മി ഹുവൈദി അദ്ദേഹം പറഞ്ഞത്, അൾജീരിയ മുതൽക്ക് മുസ്ലിം ലോകത്ത് പരന്നു കിടക്കുന്ന തീവ്രവാദത്തിന് ബീജാവാപം ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ ജനിക്കുകയും പാകിസ്ഥാനിൽ ചേക്കേറുകയും ചെയ്ത പാകിസ്ഥാനി പണ്ഡിതനായ അബുൽ ഹസൻ അലി മൗദൂദിയാണ്. സയ്യിദ് ഖുതുബാണ് അറബ് ലോകത്ത് അത് പരിവർത്തിപ്പിച്ചുകൊണ്ട് വ്യാപിപ്പിച്ചിട്ടുള്ളത് എന്ന് സലഫി പണ്ഡിതന്മാരല്ല എഴുതിയിട്ടുള്ളത്, മുജാഹിദ് മൗലവിമാരല്ല എഴുതിയിട്ടുള്ളത്, ഇസ്ലാഹി പ്രസ്ഥാനമല്ല എഴുതിയിട്ടുള്ളത്. ജമാഅത്തിന്റെ കൂടെ നിന്ന അഥവാ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ കൂടെ നിന്ന ആ ആശയങ്ങളുടെ സഹയാത്രികനായിരുന്ന അവർ ഇന്നും ബഹുമാനിക്കുന്ന ഡോക്ടർ ഫഹ്മി ഹുവൈദിയാണ് ഇപ്രകാരം എഴുതിയിട്ടുള്ളത് എന്നുള്ള വസ്തുത സുഹൃത്ത് മനസ്സിലാക്കുന്നത് നന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ വിമർശനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പണ്ടും ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ എന്താണോ ആ ആശയങ്ങൾ അതാണ് ഞങ്ങൾ ഇവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത്, അതാണ് ഞങ്ങൾ ഇവിടെ തെളിവ് സഹിതം വിമർശിച്ചിട്ടുള്ളത്. അത് ശരിയാണെന്ന് സമർത്ഥിക്കുവാനുള്ള വല്ലതുമുണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. മുജാഹിദ് പ്രസ്ഥാനത്ത് പണ്ട് മുതൽക്കേ ജമാഅത്തിന്റെ ചില എഴുത്തുകാരി എഴുതിയിട്ടുള്ളതും പ്രചരിപ്പിച്ചിട്ടുള്ളതുമായ ആ കാര്യങ്ങൾ അതിവിടെ ഈ സദസ്സ് കേൾക്കട്ടെ എന്നുള്ള നിലക്ക് അതുമാത്രം ചോദ്യമെന്ന വ്യാജേന ഇടയിൽ കുറേശ്ശെ പറയുന്നത് ശരിയല്ല എന്നാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനുള്ളത്. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. രണ്ട് കാര്യം. ഒന്ന്, ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ പ്രതിപക്ഷത്തെ എത്ര ബഹുമാനത്തോടുകൂടി കാണുന്നു എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായി. നമ്മുടെ നാട്ടുകാരൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പ്രതിപക്ഷത്തെ എങ്ങനെ കണ്ടു എന്ന് നമ്മളെല്ലാവരും അറിയേണ്ടതുണ്ട്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഒരു വാചകം, അലാ ഇന്ന ശൈത്താന ഖദ് യൈസ ഫീ ബലദിക്കും ഹാദാ തുടങ്ങിയ വാചകം, അഥവാ പിശാച് ഈ രാജ്യത്ത് ആരാധിക്കപ്പെടുന്നതിൽ നിന്ന് നിരാശനായിരിക്കുന്നു, പകരം അദ്ദേഹത്തിന് അനുസരണം ഉണ്ടാകും, അവന് അനുസരണമുണ്ടാകും, പിശാചിനെ ആളുകൾ അനുസരിക്കും. നിസ്സാരമായി ജനങ്ങൾ കാണുന്ന കാര്യങ്ങളിലൂടെ പിശാചിനെ ആളുകൾ അനുസരിക്കും, അവൻ അതുകൊണ്ട് തൃപ്തിപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരാധന പിശാചിനുണ്ടാവൂല, അനുസരണം ഉണ്ടാകുമെന്ന്. അതിന് നേർക്കുനേരെ അർത്ഥമെഴുതിയാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കുഫറൻ ആശയം പൊളിയും, അനിസ്ലാമിക ആശയം പൊളിയും. അതുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ, അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ വളച്ചൊടിച്ചു, ദുർവ്യാഖ്യാനിച്ചു, വെട്ടിമാറ്റി. എന്നിട്ട് എന്ത് പറഞ്ഞു? പിശാചിന്റെ വിളയാട്ടം ഇനിമേൽ ഇവിടെ ഉണ്ടാവുകയില്ല. പിശാചിന്റെ വിളയാട്ടം മക്കത്തുണ്ടാവൂലേ? ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ കളവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പച്ചക്കള്ളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ അവൻ നരകത്തിൽ തന്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന് അറിയാം ആ ഹദീസിന്റെ അർത്ഥം അങ്ങനെയല്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ മൗലവി ഡബിൾ കാർഡ് അയച്ചു. സഹോദര, താങ്കൾ പറഞ്ഞ മലയാള വാചകത്തിന്റെ അറബി മൂലം ഒന്ന് എഴുതി അയച്ചു തരണം. അദ്ദേഹത്തിനുള്ള കത്തവിടെ കീറിയെടുത്തിട്ട് ഡബിൾ കാർഡിൽ ഒരക്ഷരവും എഴുതാതെ മടക്കി അയച്ചു. അത് തപ്പാലിൽ വന്നപ്പോൾ മർഹൂം KC അബൂബക്കർ മൗലവി കൊച്ചിയിൽ സെൽസബീലിന്റെ ഓഫീസിലുണ്ടായിരുന്നു. ഇതെന്തൊരു കഥ! ഒരു കത്ത് ഡബിൾ കാർഡ്, അതിലെ രണ്ടാമത്തെ കാർഡ് പേന കുത്താതെ മടങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ അബൂബക്കർ മൗലവി പറഞ്ഞു, ഞാനൊന്ന് കത്ത് ചെയ്തിട്ട്, എന്റെ സുഹൃത്താണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. അദ്ദേഹം എഴുതി ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ പേന കുത്താതെ മറുപടി എഴുതാതെ മടക്കി അയച്ചത്? അപ്പോൾ വിനീതനായി അറിയപ്പെടുന്ന, എപ്പോഴും വിനയാന്വിതമായി സംസാരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറുന്നതുകൊണ്ട് അദ്ദേഹം KC അബൂബക്കർ മൗലവിക്ക് കത്തയച്ചു. ഞാൻ അദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല. ആരെ? ഉമർ മൗലവി. ഇങ്ങനെയാണോ സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാനം പെരുമാറേണ്ടത്?
കോഴിക്കോട് വെച്ച് ചേന്നമണ്ണൂരിൽ വെച്ച് ഇബാദത്തിനെ പറ്റി ഒരു സിംബോസിയം നടത്താൻ ഒരുങ്ങിയപ്പോൾ കമ്മിറ്റിയിൽപ്പെട്ട ജമാഅത്തുകാരൻ അന്നത്തെ അമീർ ടി കെ അബ്ദുള്ള മൗലവിയോട്, എന്റെ സുഹൃത്തു കൂടിയായ ടി കെ അബ്ദുള്ള മൗലവിയോട് പറഞ്ഞു, നമുക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിഷയാവതാരകനായിട്ട് ഉമർ മൗലവിയെ ക്ഷണിക്കണം. അപ്പോൾ എന്റെ സുഹൃത്തായ ടി കെ അബ്ദുള്ള മൗലവി പറഞ്ഞു, അത് നമുക്കൊരു കുതിരവട്ടത്ത് പരിപാടി നടത്തുമ്പോൾ ക്ഷണിക്കാം. ഇങ്ങനെയാണോ വേണ്ടത്? ചുങ്കത്തറയിൽ വന്നിട്ട് അബൂബക്കർ ശാന്തപുരം പറഞ്ഞു, സുഹൃത്തായ അബൂബക്കർ ശാന്തപുരം പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാൻ 30 കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞു കേട്ടോ, ബോബനും മോളിയും ഒരു പൂച്ചക്കുഞ്ഞും മാത്രമേ ഉള്ളൂ. ബോബനും മോളി ആരാ? ഉസ്മാൻ ഡോക്ടർ ഉമർ മോലി. പൂച്ചക്കുഞ്ഞാരാണെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? രണ്ടാമത്തെ വിഷയം ഫഹ്മി ഹുദൈബിയെ പറ്റി പറഞ്ഞു. ഫഹ്മി ഹുദൈബി ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട മുഖ്യാതിഥിയായിരുന്നു, വേങ്ങരയിലെ കൂരാട് സമ്മേളനത്തിലേക്ക്. അദ്ദേഹമാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പുസ്തകത്തിൽ പരാമർശിച്ചത്. സമളി വ്യക്തികളുടെ കഴിവുകളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആദർശ രംഗത്തുള്ള വീഴ്ചകൾ വെട്ടിത്തുറന്ന് പറയുന്ന ശൈലിയാണ് മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് ഇരു പണ്ഡിതന്മാരും വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം ചോദിക്കാവുന്നതാണ്. എന്റെ ചോദ്യം ഇപ്പോൾ വളരെ ഷെയ്ഖ് സാഹിബിനെ കുറിച്ച് വളരെ ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം പറഞ്ഞു. വാണിയമ്പലത്ത് ഇതേപോലെ നടന്നപ്പോ ഞാൻ ഈ പറഞ്ഞതാണ്, പിന്നെ മുഖാമുഖത്തിന് പിന്നെ ഷെയ്ഖ് സാഹിബ് എഴുതിയ മുഖാമുഖം എന്ന പുസ്തകത്തിൽ അന്ത്യപ്രവാചകന്റെ അന്ത്യപ്രസംഗത്തിൽ വളരെ വിശദമായി ഷെയ്ഖ് സാഹിബ് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് അദ്ദേഹം ഹദീസിൽ പറഞ്ഞതൊക്കെ അത് വീണ്ടും ഇവിടെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഇവിടെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ അദ്ദേഹത്തെ വളരെ മോശമായ സ്ഥിതി, വളരെ മോശമായി പോയതാണ്. കാരണം അത് വളരെ അത് പറഞ്ഞിട്ട് ഞാൻ പറയാണ്, പിന്നെ ഉമർ മൗലവി പിന്നെ ഇബ്നു ബാസ് അദ്ദേഹത്തെ അല്ലാമ എന്നൊക്കെ വിളിച്ചു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? 1979 ജമാഅത്തും മുജാഹിദും തമ്മിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അടുത്ത് ഒരു ചർച്ച വെക്കാൻ വേണ്ടി അന്നൊരു കൂടിയാലോചന പുളിക്കൽ റൗദത്തുൽ ഉലൂം കോളേജിൽ നടന്നു. അന്ന് മുജാഹിദ് പണ്ഡിതന്മാരായ കെ ഉമർ മൗലവി, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ടി കെ അബ്ദുള്ള സാഹിബ് ആ കരാറിൽ ഒപ്പുവെച്ചിട്ട് ആ കരാറിന്റെ ഒരു കോപ്പി ജമാഅത്തിനും മറ്റു മധ്യസ്ഥന്മാർക്കും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കരാറിന്റെ മറ്റേ കോപ്പി, യഥാർത്ഥ ഒറിജിനൽ കോപ്പി ജമാഅത്തിനോ മധ്യസ്ഥന്മാർക്കോ കൊടുക്കാതെ പിന്നീട് സ്വന്തമായിട്ട് കുറെ ചോദ്യങ്ങളെ ആർക്ക് അയച്ചു കൊടുത്തു? ഷെയ്ഖ് ഇബ്നു ബാസ് കത്തെഴുതി. ആ കത്തിൽ തന്നെ ജമാഅത്ത് പറയാത്ത ആ കാര്യങ്ങൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. അതായത് അല്ലാഹു അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ യഥാർത്ഥ അനുസരിക്കപ്പെടുന്നവനില്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാം ഒരിക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് അല്ലാഹു അല്ലാതെ ലാ മുതാ ഇല്ലല്ലാഹ് എന്ന അർത്ഥം പറയാറില്ല. അങ്ങനെ അർത്ഥം ഉണ്ട് എന്ന് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് അതിന് മറുപടി പറയും. ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ആ ഉമർ മൗലവിന്റെ പൂരിശമല്ലാതെ അവിടെ നിന്നിട്ട് വളർന്നു. ശരി ഓക്കെ. കയ്യില് മുഖാമുഖം ഉണ്ടോ? കയ്യില് കൊടുത്തു. വാണിയമ്പലത്ത് വെച്ച് അദ്ദേഹം ഇതേ മുഖാമുഖം വായിച്ച് ഇത് ഷെയ്ഖ് തന്നെ മറുപടി പറഞ്ഞു എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ആ മുഖാമുഖം വായിച്ചുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് അത് തിരുത്തിയിട്ടില്ല, നേരെ മറിച്ച് അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് എന്നും പിന്നെ സമർത്ഥിക്കുകയുണ്ടായി. അന്ന് തന്നെ വിശദീകരിച്ചു. എന്റെ പേജ് എത്രയായിരുന്നു എന്ന് പറഞ്ഞു? ഓക്കെ. അത് ഞാൻ വായിച്ചു തരാം. അവിടെ ഇതില് തരും ബുക്ക് തരും, കൊണ്ടുപോകില്ല. പിന്നെ അദ്ദേഹം ഉന്നയിച്ചത് ഈ ഷെയ്ഖ് ഇബ്നു ബാസ്, ആ ഷെയ്ഖ് ഇബ്നു ബാസുമായി നടത്തിയ കരാർ അദ്ദേഹവുമായി കത്തെഴുതുന്നതിനെ സംബന്ധിച്ചാണ്. ഇതാദ്യം വായിക്കട്ടെ. മുഖാമുഖം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പുസ്തകം തന്നെയാണ്. ഇത് മുമ്പ് വാണിയമ്പലത്ത് വെച്ചുകൊണ്ട് തന്നെ വായിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. 24/12/74 ചന്ദ്രിക ഈദുൽ അദ്ഹ സപ്ലിമെന്റിൽ അന്ത്യപ്രവാചകന്റെ അന്ത്യപ്രസംഗം എന്ന തലക്കെട്ടിൽ താങ്കൾ എഴുതിയ ലേഖനത്തിൽ പ്രവാചകനെ പറ്റി കള്ളം പറഞ്ഞുവെന്നും അതിനാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുചാടി നരകാവകാശിയായി എന്നും ഉമർ മൗലവി സാഹിബ് പല പ്രാവശ്യം എഴുതിയിട്ടും താങ്കൾ എന്താണ് പ്രതികരിക്കാത്തത്? മറുപടി:
ഉമർ മൗലവി സാഹിബ് കാഫിറെന്നും നരകാവകാശിയെന്നും എന്നെക്കുറിച്ച് മാത്രമല്ലല്ലോ എഴുതിയത്. ഷഹീദ് കുത്തുബ് ഇപ്പോൾ ഖേദിച്ച് വിരൽ കടിക്കുകയായിരിക്കുമെന്നും ഏറ്റവും വലിയ മഹാത്താവു തബുൽ മൗദൂദിയാണെന്നുമെല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ. അത്തരം കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വിഷയം മറ്റെല്ലാ മുഖാമുഖങ്ങൾ എന്നതുപോലെ ഇവിടെയും വിശദീകരിക്കാം. ഏകദേശം 1/4 നൂറ്റാണ്ട് മുമ്പ് നബി തിരുമേനിയുടെ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിന്റെ ആശയവിവർത്തനം ചന്ദ്രിക ഈദുൽ അദ്ഹാ സപ്ലിമെന്റിൽ എഴുതിയിരുന്നു. അതിൽ പരാമർശവിധേയമായ ഭാഗം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വിവിധ സ്വഭാവത്തിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന് ഇவ்விதമാണ്: അലാ ഇന്ന ശൈത്താന ഖദ് യഅ്ബുദ ഫീ ബലദിക്കും ഹാദാ വലാകിൻ സയകൂൻ ലഹു താഅത്തുൻ ഫീ ബഅദി മാ തഹ്തകിറൂന മിൻ അഅമാലിക്കും ഫയർലാ എന്ന് പറയുന്ന ആ ഹദീസ് എടുത്തു കൊടുത്തിട്ട് പറയുന്നത്, അറിയുക, തീർച്ചയായും നിങ്ങളുടെ ഈ നാട്ടിൽ പിശാച് ഇബാദത്ത് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ അവൻ നിരാശനായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ നിസ്സാരമായി കാണുന്ന നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന് അവന് അനുസരണമുണ്ടാകും, അതിലവൻ തൃപ്തനാകും. നിസ്സാരമെന്ന് കരുതുന്ന കാര്യത്തിൽ അനുസരണമുണ്ടാകും, അതിൽ പിശാച് തൃപ്തനാകും എന്ന് പറഞ്ഞതിൽ നിന്ന് പിശാച് നിരാശനായി ഇബാദത്ത് ചെയ്യപ്പെടൽ കൊണ്ട് ഉദ്ദേശ്യം ഗുരുതരമായ കാര്യങ്ങളിൽ നിരുപാധികമായ അനുസരണം എന്നാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, അതിനാൽ അങ്ങനെ അർത്ഥം നൽകുന്നത് ഗുരുതരമായ അപരാധമായി കാണുന്നില്ല. എന്നാൽ ഇബാദത്ത് എന്ന് പറയുന്നിടത്തെല്ലാം അനുസരണമെന്ന് അർത്ഥം പറയണമെന്നോ അതേ പറയാവൂ എന്നോ ജമാഅത്തിനൊട്ടും നിർബന്ധമില്ല. ഇബാദത്തിന് 3 അർത്ഥങ്ങളിൽ ഒന്ന് മാത്രമാണല്ലോ അനുസരണമെന്നത്. അതിനാൽ പ്രസ്തുത പത്രം കൈവശമുള്ളവർ പരാമൃഷ്ട ഭാഗം ചന്ദ്രിക കൈവശമില്ലാത്തതിനാൽ അത് എவ்விதമാണെന്ന് അറിയില്ല. വിമർശകർ പല സ്വഭാവത്തിൽ ഉദ്ധരിക്കുന്നതിനാൽ വ്യക്തവുമല്ല അദ്ദേഹം പറയാണ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയായാലും ഈ വിധം തിരുത്തി വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അറിയുക, നിങ്ങളുടെ പിശാച് നിങ്ങളുടെ ഈ രാജ്യത്ത് ഇബാദത്ത് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് നിരാശനായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ നിസ്സാരമായി കരുതുന്ന നിങ്ങളുടെ കർമ്മങ്ങളിൽ അവൻ അനുസരണമുണ്ടാകും, അതിലവൻ തൃപ്തനാവുകയും ചെയ്യും എന്ന്. ഇതിലെവിടെയാണ് ആ വിഷയത്തിൽ ശൈഖ് മുഹമ്മദ് സാഹിബ് എഴുതിയ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടുള്ളത്? ചന്ദ്രികയിലെ ലേഖനം, ആ ലേഖനത്തിൽ വന്ന ഉദ്ധരണിയടക്കം ശൈഖ് മുഹമ്മദ് കാരക്കുന്നിന് തുറന്ന കത്ത് എന്ന പേരിൽ ഹമീദ് സാഹിബ് കൊച്ചി അദ്ദേഹം പ്രസിദ്ധീകരിച്ച് അത് പരസ്യമായി വിതരണം ചെയ്യപ്പെട്ടു. ഇതിന്റെ എല്ലാം കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത്തരത്തിൽ അത് വിവാദമായപ്പോൾ വീണ്ടും അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ ന്യായീകരിക്കുക, താൻ ചന്ദ്രികയിൽ ചെയ്തത് അല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ പേരിൽ പറഞ്ഞത്, അതിനെ ന്യായീകരിക്കുകയാണ് സാക്ഷാൽ ശൈഖ് മുഹമ്മദ് സാഹിബ് ചെയ്തിട്ടുള്ളത് എന്നത് വാണിയമ്പലത്ത് വെച്ച് ഈ മുഖാമുഖം എന്ന പുസ്തകം എടുത്തുദ്ധരിച്ചുകൊണ്ട് തന്നെ അന്ന് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നതും എന്റെ ചോദ്യകർത്താവ് ഓർക്കുന്നുണ്ടാകും. പക്ഷേ അന്ന് അവിടെ ചോദ്യം ചോദിച്ചു എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അതിനുള്ള ഉത്തരവും വളരെ വ്യക്തമായി അവിടെ നിന്ന് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി സാധാരണ നടത്തുന്ന മറ്റൊരു തട്ടിപ്പ്. ഈ തട്ടിപ്പിനും എത്രയോ തവണ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞതാ. ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന തട്ടിപ്പ് എവിടെയുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവര് സാധാരണ നാടൊട്ടുക്കും പറഞ്ഞു നടക്കുന്ന ഒരു സംഭവമായത് പലതവണ മറുപടി പറഞ്ഞതുമാണ്. ഈ അടുത്ത സമയത്ത് കുനിയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് ബഹുമാന്യനായ സദറുദ്ദീൻ വാഴക്കാട് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം വന്നിട്ട് ഇതേ വിഷയം പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞു നമ്മൾ. എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടുന്ന് ഒരു വെല്ലുവിളി നടത്തി. എന്താ വെല്ലുവിളി എന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനം ആദർശവും ചരിത്രവും എന്ന വിഷയത്തിൽ മുജാഹിദികൾ ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എങ്കിൽ വ്യക്തിപരമായി ഞങ്ങൾ ഒരുക്കമാണ്. അതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവിടുന്ന് മറുപടി പറഞ്ഞു, നാളെ തന്നെ ഞങ്ങൾ ഒരുക്കമാണ്. ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് ഈ കഴിഞ്ഞ ദിവസം കുരിയിൽ നടന്നതാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഇത്ര കൂടി പറയാണ്. അപ്പൊ നിങ്ങൾ സംശയിക്കും ജമാഅത്തെ ഇസ്ലാമി ആദർശവും ചരിത്രവും എന്ന വിഷയത്തിൽ ഒരു സംവാദത്തിലുണ്ടോ എന്ന കാര്യം കൂടി പരിഗണിക്കേണ്ടതല്ലേ നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ, ആദ്യത്തെ ആ സംവാദത്തിന് ശേഷം, അഥവാ മുജാഹിദ് പ്രസ്ഥാനം ആദർശവും ചരിത്രവും എന്ന ആ സംവാദത്തിന് ശേഷം മുജാഹിദികൾ ലോകത്തുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം ജമാഅത്തെ ഇസ്ലാമി ആദർശവും ചരിത്രവും എന്ന വിഷയത്തിൽ വാദപ്രതിവാദം ആവാം എന്ന്. രണ്ട് ഞങ്ങൾ സ്വീകരിച്ചു. 5 ദിവസം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് വാദപ്രതിവാദം, 5 ദിവസം മുജാഹിദ് പ്രസ്ഥാനം ചരിത്രവും ആദർശവും എന്ന വിഷയത്തിൽ ഒരു ചർച്ച കുനിയിൽ വെച്ച് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഇന്നുവരെ മറുപടി പറഞ്ഞിട്ടില്ല. നാളെ തന്നെ ഒരുക്കമാണെന്ന് പറഞ്ഞു, മറുപടി പറഞ്ഞിട്ടില്ല. അതിനുമുമ്പ് കൊടിയത്തൂര് വെച്ച് വാദപ്രതിവാദത്തിന് കരാറെഴുതി ഉത്തരവാദിത്തപ്പെട്ട മെമ്പർമാർ വന്നിരുന്ന്
കരാറെഴുതിപ്പോയി കൊടിയത്തൂർ വെച്ചിട്ട്. ജമാഅത്തെ ഇസ്ലാമി കക്കാട് ഹൽക്ക, ആ ഹൽക്ക കക്കാട് കാർക്കൂൻ ഹൽക്ക, അങ്ങനെയാണല്ലോ കാർക്കൂന് മുത്തഫിക്ക് മുനാഫിക്ക് അങ്ങനെ ഓരോരോ ദർജയാണെന്നാ. അപ്പൊ ഏതായിരുന്നാലും ഈ രൂപത്തിൽ കക്കാട് കാർക്കൂൻ ഹൽക്ക അവർ ലെറ്റർ ഹെഡിൽ എഴുതി തന്നതിന്റെ അടിസ്ഥാനത്തിൽ സംവാദത്തിന് കരാർ എഴുതിയതിനു ശേഷം, ഇത് ഉമർ മൗലവി 1979-ല്ല, ഞങ്ങളൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇളം തലമുറയാണ്, ഇന്നത്തെ കുട്ടികളാണ്. ഞങ്ങളുടെ മുന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ വന്ന് വാദപ്രതിവാദത്തിന് കരാർ എഴുതിയിട്ട് അത് നടത്താൻ കഴിയാതെ ഇളിഭ്യരായി മടങ്ങിപ്പോയത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു നിൽക്കേണ്ടി വന്നവരാണ് ഞങ്ങള്. എന്നൊന്ന് കേട്ടോളൂ നിങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനങ്ങളും നിലനിർത്തുന്ന യോഗത്തിൽ പങ്കെടുത്തവർ തീരുമാനമാണ്. സ്ഥലം കക്കാട്. മുജാഹിദ് വിഭാഗം മുഹമ്മദ് നസീഫ്, ശംസുദ്ദീൻ പി കെ ഉമർ. ജമാഅത്ത് വിഭാഗം എൻ ഇബ്രാഹിം, വി പി ഷൗക്കത്ത്, പി പി അബ്ദുറഹ്മാൻ. തീരുമാനങ്ങൾ. 1. വിഷയം മുജാഹിദ് വിഭാഗം. ഇന്ത്യ പോലുള്ള ഒരു ഇസ്ലാമിക രാജ്യത്തെ ഭരണകൂടത്തിന് കീഴിൽ ഒരു മുസ്ലിമിന് പൂർണ്ണമായും തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ലെന്ന ജമാഅത്ത് ആദർശം ഇസ്ലാമിനെതിരാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ വാദം. ജമാഅത്ത് ഇസ്ലാമി അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നുവെന്ന മുജാഹിദ് വിഭാഗത്തിന്റെ ആരോപണം ശരിയല്ല. 2. സ്ഥലം, സമയം. വ്യാപാര ഭവൻ മുക്കം. ആഗസ്റ്റ് 19-30 എന്നീ ദിവസങ്ങളിൽ ഒന്ന് മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. രാവിലെ 9 മുതൽ 5 മണി വരെ. വിഷയാവതരണം 9:30 മുതൽ 9:55 വരെ മുജാഹിദ് വിഭാഗം. 10 മുതൽ 10:25 ജമാഅത്ത് ഇസ്ലാമി. ഞങ്ങളുടെ മുന്നിൽ വന്ന് 1979 കഥ പറഞ്ഞ് പറ്റിക്കാന്ന് വിചാരിച്ചോ? 1979 കഥ പറഞ്ഞിട്ട് കബളിപ്പിക്കാമെന്ന് വിചാരിച്ചോ? കേരളക്കരയിലെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ പോലും കബളിപ്പിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ട ജമാഅത്തുകാരാ. നിങ്ങളുടെ കാപട്യം ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തോട് നടക്കില്ല. നിങ്ങളുടെ കളവ് നടക്കില്ല. നിങ്ങളുടെ ചതി ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ വഞ്ചന ഞങ്ങൾക്കറിയാം. 6 രൂപയുടെ പോസ്റ്റർ അടിച്ചിട്ട് കഴിഞ്ഞ ജനകീയ വികസന മുന്നണി മത്സരത്തിനിറങ്ങിയിട്ട് 6 രൂപയുടെ പോസ്റ്റർ, 6 രൂപ വില വരുന്ന പോസ്റ്റർ അടിച്ചിട്ട് 50 പൈസയുടെ ബില്ല് തരണമെന്ന് പറഞ്ഞ് എറണാകുളത്തെ അറിയപ്പെടുന്ന ഒരു പ്രസിൽ ബഹളമുണ്ടാക്കിയപ്പോഴാണ് ആ പ്രസിന്റെ ഉടമയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് മനസ്സിലായത്, ജനകീയ വികസന മുന്നണിയെ കുറിച്ച് മനസ്സിലായത്. അവർ പറഞ്ഞു ഇതെന്ത് സംഘടന, 6 രൂപ വിലയുള്ള പോസ്റ്ററിന് 50 പൈസ ബില്ലിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുക. ചോദിച്ചു അവിടെ എന്താ പ്രശ്നം, നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്, 6 രൂപയുടെ പോസ്റ്ററിന് 50 പൈസ ബില്ലിടല് എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതൊക്കെ രാഷ്ട്രീയമാണ്, അങ്ങനെയൊക്കെ വേണ്ടി വരുമെന്നാണ്. അപ്പോ ഈ രൂപത്തിൽ തുരപ്പുപണി നടത്തുക മാത്രമല്ല ഇവിടെ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകള് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇന്നും ജീവിച്ചിരിക്കുന്ന 2 മുസ്ലിം സഹോദരങ്ങൾ, ആ സഹോദരങ്ങളെ ഖാദിയാനിയായി മുദ്രകുത്തിയ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മാന്യത പറയുകയാണോ? ഒട്ടുക്കും നടന്നിട്ട് ഇന്നും ഈ കേരളത്തിൽ ജീവിക്കുന്ന 2 മുസ്ലിം സഹോദരങ്ങളെ ഖാദിയാനിയായി, അതേ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരിഫ് അലി മുതൽ ശാഖാ പ്രവർത്തകൻ വരെ ഖാദിയാനിയായി മുദ്രകുത്തി കേരളക്കരയിൽ കൊണ്ടു നടന്നില്ലേ? നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? 2 മുസ്ലിം സഹോദരങ്ങൾ ഇന്നും എറണാകുളം ജില്ലയിൽ ജീവിക്കുന്ന 2 മുസ്ലിം സഹോദരങ്ങളെ ഖാദിയാനിയായി മുദ്രകുത്താൻ കേരള ശബ്ദത്തിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലേ? മലയാളം വാരികയിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലേ? മലയാളം വാരികയിലേക്ക് കള്ളക്കത്തെഴുതി, കേരള ശബ്ദത്തിലേക്ക് കള്ളക്കത്തെഴുതിയിട്ട് ആ കള്ളക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായ സാക്ഷാൽ ആരിഫ് അലി മുതൽ ഇങ്ങോട്ട് ശാഖാ പ്രവർത്തകന്മാർ, അതേ മുത്തഫിക്കുകൾ വരെ ഉള്ള ആളുകള് അവര് കള്ളപ്രസ്താവനയുമായി ഊരു ചുറ്റിയില്ലേ? നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? 2 മുസ്ലിം സഹോദരങ്ങളെ ഖാദിയാനിയായി മുദ്രകുത്തി ഊരു ചുറ്റിക്കൊണ്ട് നടന്നു. ഇങ്ങനെ എന്തെല്ലാം കുതന്ത്രങ്ങളാ! ഇത്തരത്തിൽ കുതന്ത്രങ്ങൾ നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഈ വിഷയത്തിലും എത്ര കുതന്ത്രം നടത്തിയത്? എന്റെ കയ്യിലുള്ളത് ജവാബുൽ മലൈബാരി എന്ന് പറയുന്ന പുസ്തകമാണ്. ജവാബുൽ മലൈബാരി അഥവാ സാക്ഷാൽ ഉമർ മൗലവി സാഹിബ്. ആ ഉമർ മൗലവി സാഹിബ് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദമുനകൾക്ക് വളരെ വ്യക്തമായി ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മറുപടി എഴുതിയ പുസ്തകമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ പുസ്തകം എഴുതുമ്പോ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. എന്നാൽ അതിനുശേഷം ഈ മറുപടി എഴുതിയതിനു ശേഷം ഇത് പുസ്തക രൂപമായി പുറത്തു വന്നു. അന്ന് എനിക്ക് 2 വയസ്സ്.
ആ 2 വയസ്സ് എനിക്ക് പ്രായമുള്ളപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരന് ഉമർ മൗലവി സാഹിബ് പുസ്തക രൂപത്തിൽ തന്നെ മറുപടി കൊടുത്തിട്ട് ഇന്നും ഈ കളവ് പറഞ്ഞു ഊരിയിട്ടുന്ന ജമാഅത്തുകാരാ, എന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ ഇതിൽ പറയുന്നത് കേട്ടോളൂ. 1979 മുജാഹിദുകൾ കേരളത്തിലെ സലഫി സംഘടനകളുടെ ഒരു സംയുക്ത മഹാസമ്മേളനം നടത്തി. മാന്യന്മാരായ അറബി ശൈഖന്മാർ പലരും ഇതിൽ സംബന്ധിച്ചു. മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഷെയ്ഖ് ഉമർ ഫുല്ലാത്ത, ഷെയ്ഖ് അബ്ദുള്ള ഇബ്രാഹിം ഫുന്തൂഖും ഷെയ്ഖ് അലി ഇബ്നു സാലിഹ് മെഹ്ബീത്തിയും ഈ കൂട്ടത്തിൽപ്പെട്ടവരാകുന്നു. ഒരു ദിവസം രാവിലെ എന്നോട് നിങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ഒരു സന്ധി ഉണ്ടാക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് ഷെയ്ഖ് അബ്ദുള്ള ഫുന്തൂഖ് ചോദിച്ചു. വളരെ നല്ലത്, അള്ളാഹു നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ അവർ ഹോട്ടലിലേക്ക് വിളിച്ചു. അന്നത്തെ അമീറും മുൻ അമീറും മുഹമ്മദ് അബ്ദുൽ ജലാൽ മൗലവിയും മറ്റും ഹാജരായി. അങ്ങനെ സദസ്സ് സജീവമായപ്പോൾ ഷെയ്ഖ് അബ്ദുള്ള ഫുന്തൂഖ് എന്നോട് ചോദിച്ചു, ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി നിങ്ങൾ എന്താണ് ആക്ഷേപിക്കുന്നത്? ഉമർ മൗലവി പറയാൻ ഞാൻ പറഞ്ഞു, ഖുർആനോടും സുന്നത്തിനോടും എതിരായുള്ള പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവയിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് മാത്രമേ ഇതുവരെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദ് അവർ മാറ്റിപ്പറഞ്ഞു എന്നുള്ളതാണത്. അതായത് ഇയ്യാക നഅ്ബുദു പോലെയുള്ള തൗഹീദിന്റെ ആയത്തുകളെ ഇബാദത്തിന് അടിമത്തം, അനുസരണം, ആരാധന എന്ന് ഇങ്ങനെ 3 അർത്ഥമുണ്ടെന്നും അതോരോന്നും തൗഹീദിൽ പരിഗണിക്കേണ്ടതാണെന്നും മൗദൂദി സാഹിബ് പറഞ്ഞിരിക്കുന്നു. അതിനാൽ അവരുടെ അടുക്കൽ തൗഹീദ് അള്ളാഹുവിനെ മാത്രം അനുസരിക്കുക, അള്ളാഹുവിനെ മാത്രം അടിമപ്പെടുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ഈ 3 കാര്യങ്ങളാകുന്നു പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത തൗഹീദാകട്ടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റു 2 വിഷയവും തൗഹീദിൽപ്പെട്ടതല്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഷെയ്ഖ് അബ്ദുള്ള ഫുന്തൂഖ് മൗദൂദി സാഹിബ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടോ എന്ന് മൗദൂദികളോട് ചോദിച്ചു. അപ്പോൾ അമീർ പറഞ്ഞു, മൗദൂദി സാഹിബിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചിട്ടല്ലാതെ ഇതിന് മറുപടി പറയാൻ കഴിയില്ല എന്ന്. ഇതിന് മറുപടി പറയണമെങ്കിൽ മൗദൂദിന്റെ കിതാബ് പരിശോധിക്കണം. അപ്പോൾ ഷെയ്ഖ് ഉമർ ഫുല്ലാത്ത പറഞ്ഞു, സ്നേഹിതന്മാരെ, സമയം വളരെ കുറവാകുന്നു. ആവശ്യമായ ഗ്രന്ഥങ്ങൾ ഹാജരാക്കി പരിശോധിക്കുവാനും ചർച്ച ചെയ്യാനും ഇപ്പോൾ സാധ്യമല്ലല്ലോ. അതിനാൽ എന്റെ അഭിപ്രായം ഷെയ്ഖ് ഉമർ അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങൾ എഴുതിത്തരട്ടെ. നാം അത് ദാറുൽ ഇഫ്താഇന്റെ ചെയർമാൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസിനെ സമർപ്പിക്കാം. അദ്ദേഹത്തിന്റെ മറുപടി കിട്ടിയാൽ അതിൽ നിങ്ങൾ യോജിക്കുമോ? ഞാൻ പറഞ്ഞു, അഥവാ ഉമർ മൗലവി പറയാണ്, ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്. കാരണം ഷെയ്ഖ് അവറുകൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ മറുപടി കൊടുക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. മറുഭാഗക്കാരും ഇതുപോലെ തന്നെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഇബ്നു ബാസ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ അത് അംഗീകരിക്കാമെന്ന് ഉമർ മൗലവി സമ്മതിച്ചെഴുതി ഒപ്പിട്ട് കൊടുത്തു. ജമാഅത്തെ ഇസ്ലാമിക്കാരും എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്ന് ചോദ്യകർത്താവ് തന്നെ ഇവിടെ വെച്ചുകൊണ്ട് സമ്മതിക്കുകയാണ്. എന്നാൽ മാന്യ സഹോദരങ്ങളെ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം. ജമാഅത്തെ ഇസ്ലാമി കളവ് പറയാൻ മാത്രമാണ് നിങ്ങളെ പഠിപ്പിച്ചത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കളവ് പറയല്ല. ജമാഅത്തിന്റെ നേതാക്കന്മാർ നിങ്ങളോട് പറഞ്ഞു തന്നത് സത്യമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചോദ്യകർത്താവ് ഇവിടെ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ വളരെ വ്യക്തമായി ഉമർ മൗലവി തന്റെ കരാർ പാലിച്ചു. ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ കരാർ ലംഘിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഇന്നും അത് ലംഘിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉമർ മൗലവി കരാർ പാലിച്ചിട്ട് ഖബറിലേക്ക് മടങ്ങിയിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, കരാർ പാലിച്ചിട്ടാണ് മഹാനായ ഉമർ മൗലവി ഖബറിലേക്ക് പോയത്. എന്നാൽ ഇന്നും ജമാഅത്തെ ഇസ്ലാമിക്കാർ കരാർ പാലിക്കാതെ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ കരാർ പാലിച്ചത്? ഉമർ മൗലവി എഴുതി, തന്റെ വിയോജിപ്പ് എഴുതി, മാനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പേരിൽ അതേ ഷെയ്ഖ് ഇബ്നു ബാസിന് അയച്ചു കൊടുത്ത ആ ചോദ്യത്തിന്റെ രൂപമാണ് ഇവിടെയുള്ളത്. ഇത് പറ്റില്ല. ഇത് ഉമർ മൗലവി ഇബ്നു ബാസിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. മൗദൂദിക്കില്ലാത്ത വാദങ്ങൾ മൗദൂദിയുടെ പേരിൽ എഴുതിയിട്ട് ഇബ്നു ബാസിന് അയച്ചു കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് ഇവിടെ ചോദ്യകർത്താവ് വായിച്ചത്. ചോദ്യകർത്താവ് പറഞ്ഞത്, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അതേ ഇബ്നു ബാസിന്റെ തന്നെ ഫത്വയാണിത്. ഞാനിവിടെ നേരത്തെ വായിച്ച ഫത്വയാണ്. ഈ ഫത്വയ്ക്ക് കാരണമായത് ഉമർ മൗലവിയുടെ കത്തല്ല, ഉമർ മൗലവിയുടെ ലേഖനമല്ല, സാക്ഷാൽ അബുൽ അഅ്ലാ മൗദൂദി തന്നെ തന്റെ ആദർശം എന്താണെന്ന് ഇബ്നു ബാസിന് എഴുതി കൊടുത്തു. അതിൽ ഉമർ മൗലവി കൈകടത്തിയിട്ടില്ല, ഉമർ മൗലവി തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല.
സാക്ഷാൽ അബുൽ അല മൗദൂദി, ആ മൗദൂദി തന്നെ എഴുതിയ റിസാലക്ക് ഇബ്നു ബാസ് നൽകിയ മറുപടി, ആ മറുപടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ വാചകം വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. അത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയത്? എന്താണ് എഴുതിയത്? അതെ ഈ പറയുന്ന മൗദൂദി പറഞ്ഞ വാചകം, ആ വാചകം തെറ്റാണെന്ന് മാത്രമല്ല, എനിക്കതിനെക്കുറിച്ച് വിവരം തന്ന ആളുകളുണ്ട്. ആരാണ് വിവരം തന്ന? ഒന്ന്, ഒരു കൂട്ടരാരാണ്? ബാദിൽ ഇഖ്വാനിൽ മുഖീമീന ഫിൽ ബിലാദി മിൻ അഹ്ലി മലൈബാർ. ഈ മൗദൂദിയുടെ കത്ത് വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലുള്ള ചില ആളുകൾ ഇതിനെക്കുറിച്ച് എനിക്ക് വിവരം തന്നിരുന്നു എന്ന് മാത്രമല്ല, എനിക്ക് കത്തുമയച്ചിരുന്നു. ആര്? ഉമർ ഇബ്നു അഹ്മദുൽ മലൈബാരി ഈ വിഷയത്തിൽ എനിക്ക് കത്തയച്ചിരുന്നു എന്ന് മാത്രമല്ല, ആ ഉമർ ഇബ്നു അഹ്മദ് അൽ മലൈബാരി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കണ്ട, ഐ സാഹിബു മജ്ലത്തി സൽസബീൽ, സൽസബീലിന്റെ ആളായ ഉമർ ഇബ്നു അഹ്മദ് എനിക്ക് കത്തയച്ചിരുന്നു, എനിക്ക് വിവരം അറിയിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിന് മറുപടി എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, വഖദ് ഇസ്തഗ്ബർതു ഹാദൽ അംറ വഅസിംതു അലൽ കിതാബത്തി ഇലൈക്കും ഫീഹി മിൻ ഖബ്ലി മജീഇ കിതാബിക്കും അൽ മുജാബ് ലിൽ ഇസ്തിസ്ഫാരി മിൻകും അൻസിഹ മാ നുസിബ ഇലൈക്കും. അതിനു പുറമെ നിങ്ങളിൽ നിന്നുള്ള വിവരം അറിയുവാൻ വേണ്ടി നിങ്ങൾക്കൊരു കത്തയക്കണമെന്നും ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഞാൻ അങ്ങോട്ട് അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിവരം വെച്ചുകൊണ്ട് എനിക്ക് എഴുതിയത് നന്നായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ അറിയണം, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. നിങ്ങൾ ഇബാദത്തിന് നൽകിയ അർത്ഥം തെറ്റാണ്, നിങ്ങൾ ഇബാദത്തിന് നൽകിയ അർത്ഥ വിശദീകരണം തെറ്റാണ് എന്ന് മാത്രമല്ല, ശൈഖ് ഇബ്നു ബാസ് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വല്ലദീ യദ്ഹറു ലി അഖീകും അന്ന തഅത ഔസഉ മിനൽ ഇബാദ. ഇബാദത്ത് എന്ന് പറയുമ്പോൾ ആ ഇബാദത്തിന് അനുസരണമെന്ന അർത്ഥം കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അതിനേക്കാൾ വിശാലമായി പ്രയോഗിക്കപ്പെടുന്ന ഒന്നാണ് അനുസരണം എന്നത്. ഫകുല്ലു ഇബാദത്തിൻ ലില്ലാഹ് മുവാഫിഖത്തുൽ ലിശരീഅത്തി തുസമ്മാ തഅ. അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് അല്ലാഹു പഠിപ്പിച്ച മതം, ആ ശരീഅത്തിന് യോജിച്ച നിലക്ക് ചെയ്യുന്ന മുഴുവൻ അനുസരണങ്ങളും അതിന് ഇബാദത്ത് എന്ന് പറയാം. പക്ഷേ വലൈസ കുല്ലു തഅ ബിന്നിസ്ബതി ഇലാ ഗൈരില്ലാഹി തുസമ്മാ ഇബാദ. അല്ലാഹുവല്ലാത്തവരിലേക്ക് അനുസരണം ചേർന്ന് വരുമ്പോൾ അതിന് ഇബാദത്ത് എന്ന് പറഞ്ഞുകൂടാ. മൗദൂദി പറഞ്ഞതിൽ അപകടം എന്താണെന്നാ പറയുന്നത്? ആര്? ശൈഖ് ഇബ്നു ബാസ്. ഏത് ശൈഖ് ഇബ്നു ബാസ്? 1979 അതേ ഞങ്ങളും ജമാഅത്തുകാരും അതുപോലെ മുജാഹിദുകളും തമ്മിൽ കരാറുണ്ടാക്കി ഇബ്നു ബാസിനെ കത്തെഴുതാൻ തീരുമാനിച്ചു. ഇബ്നു ബാസിന് ഉത്തരം തന്നാൽ അത് ഏകപക്ഷീയമായി ഏകകണ്ഠമായി നമുക്ക് സ്വീകരിക്കാമെന്ന് അതേ സമ്മതിച്ചിറങ്ങിപ്പോയെങ്കിൽ ഇബ്നു ബാസ് വിധി പറയുകയാണ്. അതേ ഇബ്നു ബാസ് നിങ്ങൾക്കിടയിൽ വിധി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇബ്നു ബാസ് തീർപ്പ് പറഞ്ഞിരിക്കുന്നു. എന്താ പറയുന്നത്? വലൈസ കുല്ലു തഅത്തിൻ ബിന്നിസ്ബതി ഇലാ ഗൈരില്ലാഹ്. അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുന്ന അനുസരണങ്ങൾ ഒരിക്കലും ഇബാദത്ത് എന്ന് പറഞ്ഞുകൂടാ. ബൽ ഫീ ദാലിക തഫ്സീൽ അമ്മാ ബിന്നിസ്ബതി ഇലല്ലാഹി സുബ്ഹാനഹു ഫഹി ഇബാദത്തുൻ ലഹു ലിമൻ അറാദ ബിഹാ വജ്ഹഹു. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അതേ ചെയ്യുന്നതായ പ്രവർത്തനം അവരിലേക്ക് ചേർക്കപ്പെടുന്നത് അത് അല്ലാഹുവിനുള്ള ഇബാദത്താണ്, ആരാധനയാണ്. ലാകിൻ കത്തകൂനു സഹീഹ വകത്തകൂനു ഫാസിദ. അത് തന്നെയും ചിലപ്പോൾ സഹീഹായി വരും. അല്ലാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതായ കാര്യങ്ങൾ, അല്ലാഹുവിലേക്ക് ചേർക്കപ്പെടുന്നതായ കാര്യങ്ങൾ, ആ ചേർക്കപ്പെടുന്നതായ കാര്യങ്ങൾ തന്നെ വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ചേർക്കപ്പെടുന്നത് തന്നെ ചിലപ്പോൾ സ്വഹീഹായ നിലക്കുള്ള ഇബാദത്താകും, മറ്റു ചിലപ്പോൾ അത് ഫാസിദാകും അഥവാ മോശമാകും എന്ന് പറഞ്ഞിട്ട് മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു. അതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. പക്ഷേ അത് യഥാർത്ഥ ഇബാദത്തായി ആയില്ല, അതൊരിക്കലും അല്ലാഹു ഇബാദത്തായി അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് കാണാം. വലാകിൻ ലമ്മാ കാനത് هذه العبادة مشوبة بالشرك بالرخاء وعدم الإيمان بالآخرة إلى غير ذلك من أنواع الكفر جاز أن تنفى عن أصحابها എന്ന് പറഞ്ഞിട്ട് മക്കയിലെ മുശ്രിക്കുകൾ അർപ്പിച്ച ഇബാദത്ത് അത് ഫാസിദായ ഇബാദത്താണ്, മോശമായ ഇബാദത്താണ്, പക്ഷെ അല്ലാഹുവിലേക്ക് തന്നെ ചേർക്കപ്പെട്ടതാണ്. അങ്ങനെ അതിന്റെ തഫ്സീൽ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിൽ വരുന്ന സഹീഹായ രൂപവും അതിൽ വരുന്ന ഫാസിദായ രൂപവും അത് തമ്മിലുള്ള വേർതിരിവ് എന്താണെന്ന് വിശദീകരിച്ചിട്ട് മൗദൂദി സാഹിബിന്റെ ചിന്താഗതിയെ അറുത്തുമാറ്റുകയാണ് ശൈഖ് ഇബ്നു ബാസ്. വബിമ്മാ യസീദുൽ അംറ ബയാനൻ ഐവൻ അന്ന മൻ അതാഅൽ ഉമറാ ഗൈറഹും ഫീ മആസില്ലാഹ് ലാ യുസമ്മാ ആബിദൻ ലഹും. അല്ലാഹുവിന് എതിരായ ഒരു കാര്യം, ആ കാര്യത്തിൽ ഭരണകർത്താവിനെ അനുസരിച്ചാൽ പോലും
ഒരിക്കലും ആ ഭരണാധികാരിയെ അയാൾ ആരാധിച്ചു എന്ന് പറയപ്പെടുകയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന് എതിരായ ഒരു കാര്യം, അള്ളാഹു കൽപ്പിച്ചതിനെതിരായ ഒരു കാര്യം, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു ഭരണാധികാരിയെ അനുസരിച്ചാൽ അതിന് പോലും ലാ യുസമ്മ ആബിദൻ ലഹും, ആ ഭരണാധികാരിയെ ആരാധിച്ചു എന്ന് പറയില്ല. എപ്പോഴല്ലാതെ ഇദാ ലം യഅ്തഖിദ് ജവാദ തഅതിഹിം ഫീമാ യുഖാലിഫ ശറഅ അല്ലാഹ്, അള്ളാഹു വിരോധിച്ച കാര്യം, ആ വിരോധിച്ച കാര്യത്തിൽ ഭരണകർത്താവിനെ അനുസരിക്കൽ അനുവദനീയമാണ് എന്ന് വിശ്വസിക്കാത്ത കാലത്തോളം അതിനുപോലും ആ ഭരണകർത്താവിനെ അനുസരിക്കുന്ന ആ വിഷയത്തിൽ ആ രൂപത്തിലുള്ള അനുസരണത്തെ ഇബാദത്ത് എന്ന് പറഞ്ഞുകൂടാ, ആ ഭരണാധികാരിയെ ആരാധിച്ചു എന്ന് പറഞ്ഞുകൂടാ എന്ന് മാത്രമല്ല അദ്ദേഹം വീണ്ടും വിശദീകരിക്കുകയാണ്. അതേവ ഇന്നമാ അതാഹും ഖൗഫൻ മിൻ ശിർകിഹിം ഔ ഫമിൻ ശർരിഹിം ഔ ഇത്തിബാഅൻ ലിൽ ഹവാ, അതെ വഹുവ യഅലമു അന്നഹു ആസിൽ ലില്ലാഹ് ഫീ ദാലിക ഫഇന്ന മിസ്ല ഹാദാ യുഅ്തബറു ആസിയൻ ബിഹി തആ വലാ യുഅ്തബറു മുശ്രികൻ ഇദാ കാനത് അത്താഅതു ഫീ ഗൈരിൽ ഉമൂരി ശിർക്കിയായ അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന കാര്യത്തിലല്ലാത്ത നിലക്കുള്ള ഒരു ഭരണാധികാരിക്കുള്ള അനുസരണം അത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിലാണ്, ശിർക്കിയായ വിഷയമല്ല. മറ്റേതെങ്കിലും നിലക്കാണെങ്കിൽ പോലും അയാളെ ആരാധിച്ചു എന്ന് പറഞ്ഞുകൂടാ. നേരെ മറിച്ച് അള്ളാഹുവിന് എതിരാകുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരായി ഈ ഭരണാധികാരി പറയുന്നത് അനുസരിക്കൽ അനുവദനീയമാണ് എന്ന് വിശ്വസിക്കാത്ത കാലത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് മൗദൂദി സാഹിബ് പറഞ്ഞ വാദം, ആ വാദങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് ശൈഖ് ഇബ്നു ബാസ് ഫത്വ പുറപ്പെടുവിക്കുകയും അത് അദ്ദേഹത്തിന്റെ ഫത്താവയിൽ രേഖപ്പെടുത്തുകയും ഇന്നും നാടൊട്ടുക്കും ആ ഫത്വ 10-30 വാള്യങ്ങളുള്ള ആ ഫത്വ വിറ്റഴിക്കപ്പെടുകയും അത് ആളുകൾ വായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും കാരക്കുന്നിലെ ജമാഅത്ത് സുഹൃത്തുക്കൾ ഇപ്പോഴും പറയുന്നു, എവിടെ ഇബ്നു ബാസിന്റെ ഫത്വ, എവിടെ തീർപ്പ്, നിങ്ങളിത് കാണാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ?